ഹായ് ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. എന്ത് പറയുന്നു എല്ലാവരും? സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഉഷാറാണോ കാര്യങ്ങളൊക്കെ? എല്ലാവരും എക്സാമിൻ്റെയും മറ്റു പഠിത്തങ്ങളുടെയൊക്കെ തിരക്കിലായിരിക്കും അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ ഐ നോ മോസ്റ്റ് ഓഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് എക്സാംസ് അല്ലേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റുമായിട്ട് വന്നിട്ടുള്ളത്. സോ ദിസ് ഇസ് മീ അനുപമ വിത്ത് യുവർ സബ്ജക്ട് ഇംഗ്ലീഷ്. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീക്കും ഓരോ യൂണിറ്റ്സ് ആയിരിക്കും ഡീൽ ചെയ്യുക. അപ്പോൾ ആ യൂണിറ്റിൽ വരുന്ന സകല സാധനങ്ങളും നമ്മൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പം ഈ ഒരു ആഴ്ചയിൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ വരുന്ന എൻറ്റയർ ടോപ്പിക്സ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ സമ്മറി ആയിക്കോട്ടെ, അതിൻ്റെ ഗ്രാമർ പോർഷൻസ് ആയിക്കോട്ടെ, അതിൻ്റെ ഡിസ്കോഴ്സസ് ആയിക്കോട്ടെ, അതിൻ്റെ മോഡൽസ് പ്ലസ് നമ്മൾ കാണിച്ചു തരും. ആൻഡ് ഫോർ ദ നെക്സ്റ്റ് അടുത്ത യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ +2 സ്റ്റഡീസിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടില്ല. ഒറ്റയടിക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഫുള്ളായിട്ട് ഒരു +1 സബ്ജക്ട്സ് മുഴുവൻ അങ്ങോട്ട് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീക്ക്ലി നമ്മുടെ ഓരോ യൂണിറ്റ്സും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓൾ റൈറ്റ്. ഹലോ ഫാസിൽ, ഹൗ ആർ യു? ഹോപ്പ് ഓൾ ഓഫ് യു ആർ ഡൂയിങ് വെൽ. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓൾ റൈറ്റ്. അപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെയും ഒരുപാട് പേര് നമ്മൾ കമൻസിലൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഭൂരിഭാഗം പേരും നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാംസിന് പോയിരിക്കുന്നത് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട്. അപ്പം വി ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് യുവർ ഡിഫിക്കൽട്ടി. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളൊരു അനാലിസിസും നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ തരുന്നുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ വിൽ ടോക്ക് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ഓക്കെ. എന്തുകൊണ്ടാണ് വൈ യു ആർ നോട്ട് ഗെറ്റിംഗ് മാർക്സ്, എന്തുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ഈ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകേണ്ടി വരുന്നത്. അത് സെക്കൻഡ് ഓപ്ഷൻ എടുക്കുന്നവർ ഒട്ടും മോശക്കാരാണെന്നൊന്നും അല്ല നമ്മൾ പറഞ്ഞു. യു ജസ്റ്റ് വാണ്ടഡ് ടു ഇംപ്രൂവ് യുവർ സ്കോർസ്, അത്ര മാത്രമേ അതിൽ നടക്കുന്നുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾ ആദ്യത്തെ ഒരു ടേണിൽ അത് കഴിഞ്ഞു പോയി പകുതി സമാധാനമായല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു അല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് വൈ ആർ വി ഗോയിങ് ഫോർ സച്ച്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നത് എന്നുള്ള റീസണും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ ജസ്റ്റ് പേ അറ്റൻഷൻ. നിങ്ങൾ വീഡിയോ ത്രൂ ഉണ്ടായിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മിസ് ഔട്ട് ആവാണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളുടെ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോളുമല്ലോ. ഓൾ റൈറ്റ്. സോ അപ്പോൾ നമുക്ക് ഒരുപാട് ഡിലേ ഇല്ലാണ്ട് നമുക്ക് ഒരു എൻറ്റയർ യൂണിറ്റ് കവർ ചെയ്യാനുണ്ട്. സോ ഷാൽ വി സ്റ്റാർട്ട്? അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വേഗം പോയി വിളിച്ചുകൊണ്ട് വന്നോളൂ. അപ്പോൾ നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഐ ഹാവ് ഓൾറെഡി ഗോൺ ഫോർ നമ്മുടെ ലൈവ്സൊക്കെ ഒരുപാട് പോയിട്ടുള്ളതാണ്. സോ ദ വെരി ഫസ്റ്റ് ചാപ്റ്റർ ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ട് നമ്മൾ വളരെയധികം പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ദ വെരി ഫസ്റ്റ് ചാപ്റ്റർ. ഓൾ റൈറ്റ്. നമുക്ക് ആദ്യം തന്നെയുള്ള ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ഫ്ലൈറ്റ്. ആദ്യത്തെ ചാപ്റ്റർ ഇറ്റ് ഈസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. നമുക്ക് ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന ഇതിൽ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ 4 ചാപ്റ്റേഴ്സ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ആൻഡ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും എങ്ങനെ അത് അറ്റൻഡ് ചെയ്യണം, എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള ടിപ്സും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓൾ റൈറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഒന്നാമത്തത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സീഗളിൻ്റെ കഥ പഠിച്ചിട്ടുണ്ട്. ലിയാം ഓഫ് ലഹർട്ടിയുടെ ആണത്. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഫ്ലൈ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷെ ഭയങ്കര ഭംഗിയുള്ള ഒരു ചാപ്റ്ററാണ്. അത്രയും ഭയങ്കര നല്ല നല്ല തീംസ് നമ്മുടെ മുന്നിലേക്ക്, വളരെ വലിയ കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് പറയുന്നത്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ് APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ചാപ്റ്റർ ഐ വിൽ ഫ്ലൈ. ആൻഡ് നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു ലൈഫ് സ്റ്റോറിയാണ്. നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ലൈഫ് സ്റ്റോറിയാണ് കിറ്റി ഫെയിൽ ഫെർഗൂസൺ അവരുടെ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഒരു ക്രോണോളജിക്കലി ആയിട്ടുള്ള ഒരു ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ, അദ്ദേഹം മരിച്ചിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല അല്ലേ, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്, ഹൗ ഹി ബിക്കെയിം സോ ഫേമസ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ പോപ്പുലാരിറ്റിക്ക് കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന ഒരു ചാപ്റ്ററിലൂടെ കിട്ടും. ആൻഡ് ദെൻ ലാസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയമാണ് എഫ്. ഓക്കെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, സാധാരണഗതിയിൽ ഫിലോസഫിക്കൽ പോയംസ് ഒക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്ര വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത ടൈപ്പ് പോയംസ് ആണ് ഡൈഡാക്റ്റിക് പോയംസ്, അല്ലെങ്കിൽ ഫിലോസഫിക്കൽ മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പോയംസ്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇഫ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഓരോ ലൈനും നിങ്ങൾക്ക് കിട്ടും.
അത്തരത്തിലുള്ളൊരു പോയമാണ് എഫ്. അപ്പം നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ആകെപ്പാടെയുള്ളത് ഈ 4 പരിപാടികളാണ്, 4 ചാപ്റ്റേഴ്സാണ്, സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പം സിമ്പിൾ ആയിട്ട് തന്നെ വിൽ ജസ്റ്റ് ഗോ ഫോർ ദി വെരി ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഓഫ് ലഹർട്ടി. All right. Okay. നമ്മുടെ ചാപ്റ്ററിലേക്ക് എത്തുകയാണ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പം നിങ്ങളുടെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നോളൂ കേട്ടോ. ആൾ റൈറ്റ്. അപ്പം നിങ്ങൾ ലിങ്ക്സ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക. ആൻഡ് നമുക്ക് എന്തായാലും നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ഐ എം നോട്ട് ഗോയിങ് ഫോർ എ വെരി ഡീറ്റെയിൽ സമ്മറി, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ബ്രഷ് അപ്പ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററും കൊണ്ടുപോകാം. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞു പോവാം. റൈറ്റ്. പിന്നെ ഓരോ സ്റ്റോറി, നിങ്ങളൊരു സ്റ്റോറിയാണ് പഠിക്കുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് അതിനകത്ത് വരാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു സ്റ്റോറി ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഒരു റിവ്യൂ വരാം, അതല്ലെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടർ സ്കെച്ചും ആയിരിക്കും വരിക. ഓക്കെ. അപ്പം ഏതായാലും ഈ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഇറ്റ് ഈസ് ഹാവിങ് എ സീഗൾ ഫാമിലി, ഒരു സീഗൾ ഫാമിലിനെയാണ് നമ്മൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ കാണുന്നത്. ഓൾറൈറ്റ്. അപ്പോൾ അതാ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മുടെ യങ് സീഗൾ ഹി ഈസ് സിറ്റിംഗ് ഓൺ എ ലെഡ്ജ്. ലെഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മുനമ്പ്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ സീഗൾ, യങ് സീഗൾ ഇരിക്കുകയാണ്. ആൻഡ് വി ക്യാൻ സീ അത് പിക്ചറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള സീഗൾസ് ഒക്കെ അവർ ദൂരത്തേക്ക് പോയി പറക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ യങ് സീഗളിൽ മാത്രം, ചെറിയ കുട്ടി സീഗളിൽ മാത്രം ഇവിടെ തന്നെ ഇരിക്കണം. അവൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ പോയി പറന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ ഹി ഈസ് വെരി അഫ്രൈഡ് ടു ഫ്ലൈ. അവൻ അവിടെ നിന്ന് പറക്കാൻ വളരെ പേടിയായിട്ട് ഒരു കാര്യം ചെയ്യാണ്ട് അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. റൈറ്റ്. അവൻ പറക്കാനൊക്കെ ട്രൈ ചെയ്യുന്നു. പക്ഷെ അവൻ്റെ പേടി കാരണം അവൻ ഈ ഒരു തുഞ്ചം വരെ അല്ലാണ്ട് ഇതിന് മുന്നോട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് ഒരു കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അവന് സാധിക്കുന്നില്ല. റൈറ്റ്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അവൻ്റെ ഒരുപാട് ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് ദി സീ സ്ട്രെച്ച് ഡൗൺ ദ വിൻ. അപ്പോൾ ആ മുനമ്പിൻ്റെ താഴേക്ക് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ അതിന് താഴെ നല്ല വലിയൊരു നല്ല മഹാസമുദ്രമാണുള്ളത്. അപ്പം അവൻ്റെ പേടിയെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് പറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഐ മേ ഫോൾ ഡൗൺ ടു ദി സീ, ഞാൻ വെള്ളത്തിൽ വീണു പോകും. അതുകൊണ്ടാണ് അവൻ ഈ പറഞ്ഞ പരിപാടികൾക്കൊന്നും നിൽക്കാത്തത്. റൈറ്റ്. അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത്, അവൻ ആ ഒരു മുനമ്പിൻ്റെ മേലെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അപ്പോൾ കഴിഞ്ഞ ഒരു രാത്രിയായി അല്ലെങ്കിൽ ഒരു 10-24 മണിക്കൂറായിട്ട് ഹി ഹാസ് ബീൻ സിറ്റിംഗ് ദർ. അവൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ബ്രദേഴ്സ് ആൻഡ് ലിറ്റിൽ സിസ്റ്റർ whose wings were far shorter than his own and ran to the brink, flapped their wings and flew away. അപ്പം ഇവനെ വെച്ച് നോക്കുമ്പോൾ ഇവൻ്റെ ബ്രദേഴ്സും അതുപോലെ സിസ്റ്ററും അവരുടെ ചിറകുകളൊക്കെ കുറച്ചൊരു ചെറുതാണ്. പക്ഷെ എന്നിരുന്നാലും ദേ സ്റ്റാർട്ടഡ് ടു ഫ്ലൈ. അവർ പറക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അവർ പോയിട്ടുണ്ട്. പക്ഷേ ഇവൻ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കണം. അവൻ ഇപ്പോഴും പറക്കാനുള്ള ആ ഒരു ധൈര്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ഓൾ റൈറ്റ്. അപ്പം ഇവനെ കുറേ ദിവസമായിട്ട് ഇവർ വളരെയധികം ഭീഷണിപ്പെടുത്തുന്നു. ഈ പറക്കാൻ നോക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഭക്ഷണമൊന്നും ഇനി കൊണ്ടുതരില്ല എന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവനെ വരട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം അവൻ്റെ അടുത്ത് ഏൽക്കുന്നില്ല. അവൻ്റെ ആ പേടി കാരണം അവന് ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. Then it was 24 hours ago since then nobody had come near to him. അപ്പം ഒരു 10-24 മണിക്കൂറായിട്ട് അവൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വരുന്നില്ല. ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ അവനെ അവിടെ വിട്ടിട്ട് പോയേക്കാണ്. ഇനി നീ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാണ്ട് ഞങ്ങൾ ആരും നിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ദാറ്റ് ഈസ് ദെയർ കണ്ടീഷൻ. അവർ പറയുന്നത് അങ്ങനെയാണ്. എങ്ങനെയെങ്കിലും ഈ ചെറിയ സീഗളിനെ പറക്കാൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഹി വോണ്ട് ബി ഏബിൾ ടു സർവൈവ്. അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചും കൂടി ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഓക്കെ. പക്ഷെ എത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സീകളിനെ ഈ പറഞ്ഞ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല. He had in fact seen his older brother catch his first herring and devour it standing on the rock. അപ്പോൾ ഇവൻ ഈ മുനമ്പത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ കാണുന്നുണ്ട്, അവൻ്റെ ഒരു ബ്രദർ പോയിട്ട് ഒരു മീനെ പിടിച്ച് അതിനെ കഴിക്കുന്നത് അവൻ കാണുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലോ while his parents circled around raising a proud cackle. അപ്പോൾ ഇയാൾ ആ ബ്രദർ പോയിട്ട് മീനെ പിടിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ചുറ്റും ആരൊക്കെ വരുന്നുണ്ട്, അവൻ്റെ പേരൻസ് പോയി അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ, അവനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വട്ടമിട്ട് പറക്കുന്നൊക്കെ ഇവൻ കാണുന്നുണ്ട്. ആൻഡ് all the morning the whole family had walked about on the big plateau midway down the opposite cliff laughing at his cowardice. ഓക്കെ. അപ്പം ഇവൻ്റെ ഈ ഫുൾ ഫാമിലി മെമ്പേഴ്സ് അവർ കുറച്ച് ദൂരത്ത് ഇവൻ ഈ കാണിക്കുന്ന മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ കൊണ്ട് ഇവനെ കളിയാക്കിക്കൊണ്ടാണ് ദേ ആർ ജസ്റ്റ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. ഇവരെന്താണ് വൈ ഡോണ്ട് യു ജസ്റ്റ് ട്രൈ, ആ ഒരു ട്രൈ കൊടുക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഓക്കെ. ആൻഡ് നൗ ഏതാണ്ട് കുറേ കൂടെ സമയം ആവുന്നുണ്ട്. സൂര്യനൊക്കെ വീണ്ടും നല്ല രീതിക്ക് ഉദിച്ചു വരുന്നുണ്ട്. ബ്ലേസിംഗ് വാർംലി ഓൺ ഹിസ് ലെഡ്സ് ദാറ്റ് ഫേസ് ദ സൗത്ത്. He felt that the heat because he hadn't eaten since the previous nightfall. അപ്പോൾ ഇവന് നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. കഴിഞ്ഞ രാത്രി മുതൽ
ഒരു സാധനം പോലും കഴിക്കാതെയാണ് നമ്മുടെ സീകൾ അവിടെ ഇരിക്കുന്നത്. ഓൾറൈറ്റ്, എന്നിട്ടോ എന്ത് സംഭവിക്കുകയാണ്? Then he had found a dried piece of mackerel's tail and at the far end of his ledge. എന്ത് സംഭവിച്ചു? അവൻ കുറച്ച് ദൂരത്തേക്ക് നോക്കിയപ്പോഴേക്കും ഒരു മാക്രൽ, ഒരു ചെറിയ മീനിന്റെ കഷ്ണം, അതിൻ്റെ ഒരു വാൽ കഷ്ണം മാത്രം അവിടെ കിടക്കുന്നുള്ളൂ. ആൻഡ് അവൻ അതും പോയി പെറുക്കിയെടുത്ത് തിന്നാണ്. അത്രയധികം വിശന്നാണ് അവൻ അവിടെ ഇരിക്കുന്നത്. ആൻഡ് there was not a single scrap of food left. അതല്ലാണ്ട് അവിടെ ഒന്നും ഒരു തരി ഭക്ഷണം പോലും അവന് കിട്ടാനില്ല. He had searched every inch, rooting among the rough dirt-caked straw nest where he and his brothers and sister had been hatched. അപ്പം ഇവരുണ്ടായ ആ കൂട്ടിൻ്റെ അടുത്തും പരിസരങ്ങളിലൊക്കെ പോയിട്ട് ഇവൻ നോക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു സാധനം കഴിക്കാൻ കിട്ടുമോ എന്ന്. പക്ഷേ he couldn't find anything. He even gnawed at the dried pieces of eggshell and it was like eating a part of himself. അവൻ ഈ പോയിട്ട് അവരുണ്ടായി വന്ന ആ എഗ്ഷെല്ലിൽ വരെയും ചെറുതായിട്ടൊന്ന് പോയി ഇങ്ങനെ ഉരച്ച് പിടിച്ചൊക്കെ നോക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന്. അത് അവൻ ഉണ്ടായി വന്ന ഷെല്ലാണ്. അപ്പോൾ അവിടെ പോയി നോക്കുക എന്ന് പറയുന്നത് അവനെ തന്നെ തിന്നുന്നതിന് തുല്യമായതാണ് അല്ലേ. അപ്പോൾ അവൻ്റെ വിശപ്പ് അത്രത്തോളം ഉണ്ടായിരുന്നു. ആൻഡ് ഹി trotted back and forth from one end of the ledge to the other and his long grey legs stepping daintily trying to find some means of reaching his parents without having to fly. അപ്പോൾ അവൻ ആ ലെഡ്ജിൻ്റെ ഇങ്ങോട്ടും നമ്മൾ മറ്റേ മണിച്ചിത്രത്താഴിലേക്ക് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. സോ ലൈക്ക് വൈസ് ഹി ജസ്റ്റ് വാക്കിംഗ് ടു ആൻഡ് ഫ്രോ ഓൺ ദാറ്റ് ലെഡ്ജ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ അവൻ എന്താ ആദ്യം വേണ്ടത്? എങ്ങനെയെങ്കിലും പറക്കാതെ അവൻ്റെ പേരൻസിൻ്റെ അടുത്തേക്ക് എത്തണം. ദാറ്റ് ഈസ് ദി ഓൺലി തിങ് ദാറ്റ് ഹി വാണ്ടഡ് ടു ഡു. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ലെഡ്ജ് എൻഡഡ് ഇൻ എ ഷിയർ fall of precipice and with the sea beneath. അപ്പോൾ എവിടെ അറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു മുനമ്പാണ്. അങ്ങോട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാം? സീ കാണാം. ആൻഡ് ദെൻ between him and his parents there was a deep wide crack. അപ്പം അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ അതിനിടയിൽ ഒരു ക്രാക്ക് ഉണ്ട്. അവിടെ ഫുള്ള് വെള്ളമാണുള്ളത്. സോ he couldn't reach. എന്തൊക്കെ പണി നോക്കിയിട്ടും he couldn't reach there. Surely he could reach them without flying if he could only move northwards along the cliff face. But then on what could he walk? അപ്പോൾ അവൻ മനസ്സിലാക്കുന്നുണ്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു നോർത്ത് വേർഡ്സിലേക്ക് നടന്നു പോയാലും അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താം. പക്ഷേ ആ നടന്നു പോകാൻ അവിടെ റോഡില്ല, വഴിയില്ല അവന് നടന്നു പോകാൻ. ആൻഡ് there was no ledge. അങ്ങോട്ടേക്ക് ലെഡ്ജും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ നടന്നു പോകാനുള്ള ഒരു പാസേജും അവിടെ ഉണ്ടായിരുന്നില്ല. സോ വേറെ എന്താ വഴിയില്ല? ഒരു വഴിയില്ല, പറക്കുക എന്നുള്ളതല്ലാണ്ട് വേറൊരു വഴിയില്ല. ആൻഡ് above him he could see nothing and the precipice was sheer and the top of it was perhaps farther away than the sea beneath him. അപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കൂറ്റൻ പാറകളാണ്, എല്ലാം ഇങ്ങനെ നല്ല കല്ലിച്ച് നല്ല കൂർമ്പനെയുള്ള പാറകളാണ് അവിടെ ഇവിടെയൊക്കെ ഉള്ളത്. സോ ഒരു രക്ഷയില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല, അവിടെ നിന്നിട്ട് ആരും ഇങ്ങോട്ട് ഇവൻ്റെ അടുത്തേക്ക് വരുന്നുമില്ല. He stepped slowly out to the brink of the ledge and standing on one leg with the other leg hidden under his wing, he closed one eye, then the other and pretended to be falling asleep. ഇനി അവസാനത്തെ അടവ്, നമ്മൾ കുറേ നേരം വിശന്ന് വലഞ്ഞിരിക്കുകയൊക്കെ ആണെങ്കിൽ വാട്ട് വിൽ വി ഡു? നമ്മൾ എന്തായിരിക്കും ആദ്യം ചെയ്യുക? ഒരു രക്ഷയില്ല, ഭക്ഷണം കിട്ടാൻ ഒരു നിവർത്തിയില്ല, അച്ഛനും അമ്മയും ഇല്ല, വീട്ടിൽ കുക്ക് ചെയ്യാൻ അറിയത്തില്ല, കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ എന്താ ചെയ്യാൻ ആദ്യമേ നോക്കുക? എങ്ങനെയെങ്കിലും പോയി കുറച്ച് നേരം കിടന്നുറങ്ങാം അല്ലേ? നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കും. ഉറങ്ങിയാലെങ്കിലും വിശപ്പ് അറിയാതിരിക്കുമല്ലോ. സെയിം തിങ് ഇസ് ആപ്ലിക്കബിൾ ഹിയർ ഓൾസോ. നമ്മുടെ സീകൾ എന്താ ചെയ്യുന്നത്? നല്ല ഒറ്റ കാലിലൊക്കെ നിന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? ഹി ഈസ് ട്രൈങ് ടു ഫോൾ അസ്ലീപ്. ഉറങ്ങി കളഞ്ഞേക്കാൻ നോക്കുകയാണ്. പക്ഷേ വാസ് ദാറ്റ് an easy task? പെട്ടെന്ന് നടന്നോ? ഇല്ല. ഹി വാസ് നോട്ട് ഏബിൾ ടു സ്ലീപ് ജസ്റ്റ് ബിക്കോസ് ഓഫ് his hungry stomach. Okay, അപ്പോൾ അവൻ ഉറങ്ങാനും പറ്റുന്നില്ല. ആൻഡ് ദെൻ സ്റ്റിൽ they took no notice of him. അപ്പോൾ ഇവൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഈ കണ്ട അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവൻ്റെ പേരൻസോ അല്ലെങ്കിൽ ബ്രദേഴ്സോ സിബ്ലിങ്സോ ഒന്നും ഇവനെ മൈൻഡ് ചെയ്യുന്നത് തന്നെയില്ല. ഓക്കെ, then he saw his two brothers and his sister lying on the plateau dozing with their heads sunk into their necks. അപ്പം അപ്പുറത്ത് നോക്കുമ്പോഴേക്കും ഇവൻ്റെ സിബ്ലിങ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കളിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവൻ കാണുന്നുണ്ട്. And then his father was preening the feathers on his white back and only his mother was looking. അപ്പോൾ അച്ഛനാണെങ്കിൽ ഇങ്ങനെ ചെറുക്കൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കൊത്തി സംഭവങ്ങളൊക്കെ റെഡിയാക്കുമായിരുന്നു. And the only person who was looking at him was his mother. അവൻ്റെ അമ്മ മാത്രമായിരുന്നു അവനെ ഒന്ന് മൈൻഡ് അവനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം അല്ലേ, എപ്പോൾ നോക്കിയാലേ നമ്മൾ എന്തൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ പിന്നെ നമ്മളെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് കെയർ തരിക നമ്മുടെ അമ്മമാർ തന്നെയാണ്. Alright, she was standing on a little high hump on plateau and her white breast thrust forward. അപ്പം അമ്മ അവനെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ പ്ലാറ്റോയുടെ അവിടെ നിന്നിട്ട്. And now and again she tore at a piece of fish that lay on her feet and then scraped each side of her beak on the
rock. അപ്പോൾ ആ അമ്മയുടെ കയ്യിൽ there was a fish. നമ്മുടെ മദർ സീകളുടെ കയ്യിൽ ഒരു ഫിഷ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അതിനെ ടിയർ ചെയ്ത് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പീക്കൊക്കെ കൊണ്ടുപോയിട്ട് തൊട്ടടുത്തുള്ള പാറയിലൊക്കെ അങ്ങനെ ചെറുതായിട്ട് ഉരയ്ക്കുന്നൊക്കെ ഉണ്ട്. ദ സൈഡ് ഓഫ് ദ ഫുഡ്. അപ്പം അവൻ നോക്കുമ്പോഴേക്കും അമ്മയുടെ കയ്യിൽ എന്താ ഉള്ളത്? മദസീകളുടെ കയ്യിൽ ഫിഷ് ഉണ്ട്. അപ്പം ഇവന് ഭക്ഷണം കണ്ടിട്ട് ദൂരത്തുനിന്ന് കണ്ടപ്പോഴേക്കും അവന് സഹിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഹി ലവ് ടു ടിയർ ഫുഡ് ദാറ്റ്. അപ്പം അവനാണെങ്കിൽ അമ്മ ഇപ്പം ചെയ്യുന്ന പോലെ നല്ല രീതിക്ക് കടിച്ച് പറിച്ച് ആ ഫിഷിനെയൊക്കെ കഴിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടത്തിലും കൂടിയായിരുന്നു. ആൻഡ് നൗ ഹി uttered a low cackle. His mother cackled too and looked at him. അപ്പം അവൻ ചെറുതായിട്ടൊന്ന് കരഞ്ഞു. അങ്ങനെയെങ്കിലും അമ്മയ്ക്കൊന്ന് പാവം തോന്നി, എൻ്റെ അടുത്തേക്ക് വന്നെങ്കിലോ. അപ്പം അമ്മയെ തിരിച്ചെന്ത് ചെയ്തു? ചെറുതായിട്ടൊരു ആ ഒരു കരച്ചിൽ അവൻ അതുപോലെ തന്നെ ഒരു റിപ്ലൈ എന്നുള്ള രീതിക്ക് ഒരു റിപ്ലൈ കൊടുത്തു. ഓക്കെ, then Gaga he cried begging her to bring him some food over. അപ്പം എന്ത് സംഭവിക്കുകയാണ്? അപ്പം ഇവൻ 2-3 പ്രാവശ്യം കാന്ന് കരയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അമ്മ കുറച്ച് ഫുഡ് കൊണ്ടുത്താ എന്നാണ് അവൻ അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുകയാണ്? പുള്ളിക്കാരി നമ്മുടെ അമ്മ സീഗൽ, മദർ സീഗൽ, ഷീ ഈസ് ഓൾസോ മേക്കിംഗ് ദാറ്റ് സൗണ്ട്, കാക്കിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവനെ കളിയാക്കിക്കൊണ്ടാണ് അവർ സ്ക്രീം ചെയ്യുന്നത്. ആൻഡ് എന്താ കുറേ നേരം ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും അമ്മയ്ക്ക് പാവം തോന്നി എൻ്റെ അടുത്തേക്ക് വരുമല്ലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്? ഫൈനലി ഈ അമ്മ ഒരു പീസ് ഓഫ് ഫിഷ് എടുത്തിട്ട് ഇവൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? And tapping the dog with his feet, trying to get nearer to her as she flew across. അപ്പോൾ അമ്മ ഇവൻ്റെ അടുത്തേക്കാണ് വരുന്നതെന്ന് അവന് മനസ്സിലായി. ഹി ഈസ് വെരി എക്സൈറ്റഡ്. ഫുഡ് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ അവൻ അടുത്തേക്ക് ആ ഒരു ലെജൻഡ് അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പം അമ്മ സീകൾ വന്ന് തനിക്ക് ആ ഫുഡ് തരുമെന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് വാട്ട് ഹാപ്പൻഡ്? ആ ലെജൻഡ് തൊട്ടടുത്തെത്താനായപ്പോഴേക്കും ദി മദർ സീകൾ ഒന്നെങ്കിൽ താഴേക്ക് അല്ലെങ്കിൽ മേളിലേക്ക് എന്നുള്ള രീതിക്ക് പെട്ടെന്ന് ഡൈവ് ചെയ്തു. അപ്പം ഈ ഫുഡ് കണ്ട ആക്രാന്തത്തിൽ നമ്മുടെ യങ് സീകൾ ഹി ജസ്റ്റ് ജംപ്ഡ്. ആ ഒരു ഫിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ജമ്പ് ചെയ്യുകയാണ്. പക്ഷേ എന്ത് സംഭവിക്കുകയാണ്? ഭക്ഷണം ഇത് കിട്ടുന്നുമില്ല, അവൻ താഴത്തേക്ക് വീഴുകയാണ്. ഓക്കെ, ആൻഡ് ദെൻ ഹി വെയിറ്റഡ്. അത് നമ്മൾ കഴിഞ്ഞ അവൻ ഹി ജസ്റ്റ് സ്വൂപ്ഡ് as he passed beneath her he heard the swish of her wings. അപ്പം അവൻ താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ അവന് കേൾക്കാം? അവൻ്റെ അമ്മ ഇങ്ങനെ ചിറകടിച്ച് പറക്കുന്നതിൻ്റെ സ്വിഷ്, ആ ഒരു സൗണ്ട് അവന് കേൾക്കാം. ആൻഡ് then a monstrous terror seized him and his heart stood still. അപ്പോൾ അവൻ താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് പേടിയാവുന്നുണ്ട്. ഇതെന്താണ്? ഇപ്പോൾ താഴെ പോയി വെള്ളത്തിലാണ് വീഴാൻ പോവുക, മൈ ലൈഫ് ഇസ് ഗോണ എൻഡ് എന്നാണ് അവൻ വിചാരിക്കുന്നത്. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് ഫോർ എ മൊമെന്റ്. പക്ഷേ ആ ഒരു പേടി ജസ്റ്റ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഫോർ എ മിനിറ്റ്, for some seconds മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. Then later what happened? The next moment he felt his wings spread outwards. The very next moment എന്താ സംഭവിക്കുന്നത്? അവന് തോന്നുകയാണ് അവൻ്റെ ചിറകുകൾ അവൻ വിരിക്കുകയാണ്. And he started to fly. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? He could feel the tips of his wings cutting through the air. അപ്പം ഇങ്ങനെ ചിറകടിച്ച് പോകുന്നത് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. എയർ അതിലൂടെയൊക്കെ കടന്നു പോകുന്നത് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. And he is now flying. He was not falling headlong now. അപ്പം അവൻ കുത്തിയടിച്ച പോലെ വെള്ളത്തിലേക്ക് വീഴാൻ പോവുകയല്ല. ഇപ്പോൾ അവൻ പറക്കുകയാണ്. ഗ്രാജുവലി അവൻ മേലേക്കും താഴേക്കും എന്നുള്ള രീതിക്ക് നല്ല ഭംഗിയായിട്ട് പറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. And he just felt a bit dizzy. Then he flapped his wings once and he soared upwards. അപ്പോൾ അവന് ചെറുതായിട്ട് ഇത്ര നേരം ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നതിന് ചെറിയൊരു ഡിസിനെസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവൻ he managed to fly. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? ഹി uttered a joyous scream and flapped them again. അപ്പം അവന് സന്തോഷമാണ്. ഹി ഈസ് ഓൾസോ ഫ്ലൈയിങ് നൗ, പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവന് വളരെയധികം സന്തോഷമായി. അപ്പം അവൻ നല്ല രീതിക്ക് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഹി റേസ്ഡ് ഹിസ് ബ്രെസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗൈൻസ്റ്റ് വിൻഡ്. അപ്പം കാറ്റിനെ എതിർച്ച് അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹിസ് മദർ സ്വൂപ്ഡ് പാസ്റ്റ് ഹിം, ഹർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. അപ്പം അമ്മ ഇവൻ്റെ അടുത്ത് കൂടെ വന്ന് പറന്ന് നടക്കുന്നുണ്ട്. ആ ചിറകടിയുടെ ഒച്ചയൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്. ആൻഡ് ഹി ആൻസേർഡ് ഹർ വിത്ത് another scream. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സ്ക്രീമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഒച്ചപ്പാട് ഉണ്ടാക്കിക്കൊണ്ടാണ് they are talking. Then his father flew over him screaming. അപ്പോൾ അടുത്ത ആര് വന്നു? ഇപ്പം പറക്കുന്ന കണ്ടപ്പോഴേക്കും വേഗം അച്ഛനും അവൻ്റെ അടുത്തേക്ക് വരികയാണ്, അച്ഛൻ സീഗല്ല. And then he saw his 2 brothers and sister flying around him, soaring and diving. അപ്പോഴേക്കും എന്താ ഫാമിലി എല്ലാം യുണൈറ്റഡ് ആവുകയാണ്. ഇവൻ ഇത്രയും നല്ലൊരു കാര്യം, അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു. അപ്പോൾ അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി എൻറ്റയർ ഫാമിലി ഈസ് കമ്മിങ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുക ഇനി അടുത്തത്? Then he completely forgot that he hadn't always been able to fly and commenced to dive and soar. അപ്പോൾ അവൻ എന്താ ഇപ്പോൾ അവൻ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത്രയും ദിവസം പറക്കാൻ പറ്റാണ്ടൊക്കെ ഇരുന്ന ആ ഒരു സീകളാണെന്നുള്ള കാര്യമൊക്കെ അവൻ വിട്ടു. അവൻ now he just started to ഡൈവ് ചെയ്യാനും അല്ലെങ്കിൽ അതുപോലെ സോർ ചെയ്യാനും ഒക്കെ അവൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഹി വാസ് നിയർ ദ സീ നൗ. അപ്പോൾ ഇപ്പോൾ ഇതാ ഡൈവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കടലിൻ്റെ അടുത്താണ് അവനുള്ളത്. Flying straight over it, facing out
over the ocean. He saw a vast green sea beneath him with little ridges moving over it. അപ്പോൾ അവൻ മേലെ നോക്കുമ്പോൾ താഴേക്ക് ഇങ്ങനെ സ്വൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. താഴെ നോക്കുമ്പോഴേക്കും നല്ല ബ്ലൂ ഗ്രീനിഷ് കളേർഡ് സീ കാണാൻ പറ്റുന്നുണ്ട്, വിച്ച് ഇസ് ഹാവിങ് വെരി ലൈറ്റ് റിഡിൽസ് അല്ലെങ്കിൽ റിഡ്ജസ് കാണും, ചെറിയ ചെറിയ ഓളം വെട്ടി കളിക്കുന്ന ഓഷൻ അല്ലെങ്കിൽ ആ സീ അവൻ കാണുന്നുണ്ട്. ആൻഡ് ഹി ടേൺ ഹിസ് ബീക്ക് സൈഡ് വേസ് ആൻഡ് ക്രൗഡ് അമ്യൂസ്. അപ്പോൾ അവന് വളരെ സന്തോഷമാണ്, ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, ആദ്യമായിട്ട് ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഹി ഈസ് വെരി എക്സൈറ്റഡ്. അപ്പോൾ അവൻ്റെ കൂട്ടത്തിൽ അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദേ വർ beckoning to him calling shrilly and he dropped his legs to stand on the green sea. വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി അവൻ എന്ത് ചെയ്യാണ്, ആ കടലിൽ ആ വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ കാല് കൊണ്ട് വെക്കുകയാണ്. ബട്ട് വാട്ട് ഹാപ്പൻഡ്, അവൻ വിചാരിച്ച പോലെ ആയിരുന്നോ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്? നെവർ. He screamed with fright and attempted to rise again. കാല് വെള്ളത്തിൽ വെച്ചത് മാത്രം അവൻ ഓർമ്മയില്ല, വേഗം അവൻ അത് തിരിച്ചെടുത്ത് പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ബട്ട് he couldn't do that. അപ്പോഴേക്കും അവന് കാര്യം മനസ്സിലായി, പെട്ടു, കാര്യങ്ങളൊക്കെ തീർന്നു. He was tired and weak with hunger and he couldn't rise, exhausted by the strange exercise. ഓക്കെ, അപ്പോൾ അവൻ ഓൾറെഡി വളരെ ടയേർഡ്, ഭക്ഷണം കിട്ടാതിരിക്കുന്ന ആളാണ്. പിന്നെ അവൻ ഇത്രയും നാളും ഇതുവരെ ഇങ്ങനത്തെ ഈ പറഞ്ഞ പറക്കൽ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവൻ വളരെ ടയേർഡാണ്. ആൻഡ് ദെൻ ഹി ഫെൽറ്റ് ലൈക്ക് ഹി വാസ് സിങ്കിങ്. അവൻ മുങ്ങിപ്പോവാൻ പോകുന്നത് പോലെ അവന് തോന്നി, അവൻ്റെ കയ്യും കാലും ഒക്കെ വെള്ളത്തിനടിയിലേക്ക് ആയി തുടങ്ങി. ആൻഡ് ഹി ജസ്റ്റ് സ്റ്റാർട്ടഡ് ടു ഫീൽ ലൈക്ക് ദാറ്റ്. പക്ഷേ എന്ത് സംഭവിച്ചു, അവൻ വിചാരിച്ചു ഇപ്പോൾ ഫുള്ളായിട്ട് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുമെന്ന്. പക്ഷേ ആ പറഞ്ഞ പരിപാടി അവിടെ നടന്നില്ല. പകരം എന്ത് സംഭവിച്ചു, അവൻ്റെ ഈ ഒരു സ്റ്റൊമക്ക് ഏരിയ വരെ വെള്ളത്തിൽ മുങ്ങി, പക്ഷേ പിന്നീട് അവൻ്റെ ശരീരം അങ്ങോട്ട് മുങ്ങിപ്പോയില്ല. അവൻ ഹീസ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ടു ഫ്ലോട്ട് ഇൻ ദി വാട്ടർ. ഓക്കെ, വെള്ളത്തിലൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ്, പ്രൈസിങ് ഹിം ആൻഡ് ദെയർ ബീക്സ് വർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. അപ്പോൾ അവൻ്റെ ഫാമിലി വളരെയധികം സന്തോഷത്തോടെ അവൻ്റെ ചുറ്റും പറക്കുന്നുണ്ട്. നൗ ഹി സ്റ്റാർട്ടഡ് ടു ഫ്ലൈ ആൻഡ് ഡൈവ്. പറക്കാനും അതുപോലെ നീന്താനും ഭക്ഷണം കണ്ടുപിടിക്കാനും ഒക്കെ അവൻ പഠിച്ചു. ആൻഡ് ദസ് ഹി മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പം അവൻ ആദ്യമായിട്ട് ഒരു അബദ്ധത്തിലൂടെയാണെങ്കിലും അവൻ സ്വമനസ ചെയ്തതല്ല എങ്കിൽ പോലും ഹി മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. Alright, so this is a very lovable story. ഭയങ്കര രസമുള്ള, ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് സ്റ്റോറി ഈസ് ക്ലിയർ ഫോർ യു. ഇവിടെ ഈ സ്റ്റോറിയിൽ നമുക്ക് ആക്ച്വലി വരാനുള്ളത് നമ്മുടെ ലിയാം ഓഫ് ലഹർട്ടിയുടെ ഒരു പ്രൊഫൈൽ നമുക്ക് ഒരു പക്ഷേ വരാം. നമുക്ക് പ്രൊഫൈലിൽ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് തന്നിട്ട് യു ജസ്റ്റ് ഹാവ് ടു ഡിസ്ക്രൈബ് ദാറ്റ്. അപ്പോൾ അതിൻ്റെ മോഡലും നമ്മൾ നോക്കും, അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും നമ്മൾ നോക്കും. ഓക്കെ, ദെൻ ഒരു റിവ്യൂ ആണ് നമുക്ക് വരാവുന്നതെങ്കിൽ, ഒരു റിവ്യൂ ആണ് വാട്ട് ഇഫ് യു ആർ ആസ്ക്ഡ് ഫോർ എ റിവ്യൂ. ഒരു റിവ്യൂ ആണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതെങ്കിൽ വാട്ട് ഓൾ വിൽ ബി ദർ ഇൻ എ റിവ്യൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമുക്കൊന്ന് ജസ്റ്റ് സംസാരിച്ച് നോക്കാം. എന്താണ് ഒരു റിവ്യൂ? Alright, a review. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കാണുക, അല്ലെ, കണ്ടോണ്ടിരിക്കുക, അല്ലെ, സീ അല്ലെങ്കിൽ കാണുക എന്നുള്ളൊരു മീനിങ് ആണ് വ്യൂവിന് വരാം. അപ്പൊ റീവ്യൂ എന്ന് പറഞ്ഞാൽ വാട്ട് ക്യാൻ ബി ഇറ്റ്സ് മീനിങ്? രണ്ടാമത് ഒന്നും കൂടെ വ്യൂ ചെയ്യുക. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു, അതിനെ റീവ്യൂ ചെയ്യാണ്, രണ്ടാമത് ഒന്നും കൂടെ കാണാണ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വ്യൂ ആൻഡ് റിവ്യൂയിങ്? വ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു സാധനം കണ്ടു, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു കൈയാണ്, അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇതാ ഒരു കൈ കണ്ടു, ഒരാളുടെ കൈ കണ്ടു, ഓൾറൈറ്റ്. ഇനി അത് റിവ്യൂ ചെയ്യുകയാണെങ്കിലോ നമ്മൾ ആദ്യം കണ്ട പോലെ ആയിരിക്കും നമ്മൾ അതിനെ നോക്കുക. ആദ്യം ഒരു പ്രാവശ്യം കണ്ട സാധനത്തെ രണ്ടാമതൊന്നും കൂടെ കാണുമ്പോഴേക്കും വിൽ ജസ്റ്റ് ഗോ ഫോർ ഡീറ്റെയിലിങ്സ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കും, ദിസ് ഇസ് എ ഹാൻഡ്, ഇറ്റ് ഇസ് ഹാവിങ് ദിസ് മച്ച് ഓഫ് തിങ്സ്, ഫിംഗേഴ്സ് ഉണ്ട്, നെയിൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഹാൻഡിൽ എന്താണുള്ളത്, ഈ പറഞ്ഞ ഡീറ്റെയിലിങ്സിലേക്കൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോഴേക്കും പോകും. നമ്മൾ റൈറ്റ് അല്ലേ? അങ്ങനെയല്ലേ? സത്യമായിട്ട് ശരിയല്ലേ? അപ്പോൾ ഒരു റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീവ്യൂയിങ് ദാറ്റ് കോണ്ടന്റ്, നമ്മൾ എന്താണോ പഠിച്ചത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഡിസ്കസ് ചെയ്തത് അതിനെ ഒന്ന് റീവ്യൂ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, വെൻ യു ആർ ആസ്ക്ഡ് ടു റൈറ്റ് എ റിവ്യൂ, എന്തായിരിക്കണം അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ്? ആദ്യമേ ഒരു ഇൻട്രോ പാരഗ്രാഫാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ആ ഇൻട്രോ പാരഗ്രാഫിൽ ദ ഷുഡ് ബി ദ ടൈറ്റിൽ, നമ്മുടെ ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ദെൻ ഓത്തർ ഷുഡ് ബി ദർ. ഇപ്പം നമ്മൾ ഈ ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുക്കുന്നതെങ്കിൽ ദ ടൈറ്റിൽ ഇസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആൻഡ് ദ ഓഥർ ഇസ് ലിയാം ഓഫ് ലഹർട്ടി. ഇനി അടുത്തത് ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഒരു വളരെ ചെറിയ ഷോർട്ട് നോട്ടീസിൽ കൊടുക്കാവുന്നത് യുവർ ഒപ്പീനിയൻ. ചെറിയ രീതിക്ക് നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ നമ്മുടെ റിവ്യൂയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ആദ്യം നിങ്ങൾ കൊടുക്കുന്ന ആ പാരഗ്രാഫിൽ, ഇൻട്രോ പാരഗ്രാഫിൽ അതിൻ്റെ ടൈറ്റിൽ, ദെൻ ദി ഓഥർ, ദെൻ യുവർ ഒപ്പീനിയൻ. നിങ്ങൾക്ക് എന്താണ് ആ ഒരു കഥയെ പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുക. ഓക്കെ, ദെൻ കംസ് ദി സെക്കൻഡ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണ് കൊടുക്കുക? സെക്കൻഡ് പാരഗ്രാഫിൽ വിൽ ജസ്റ്റ് ഗിവ് ദി സമ്മറി ഓഫ് ദി സ്റ്റോറി. നമ്മൾ എന്താണ് ഇതിൽ കണ്ടത്? ചെറിയ ഷോർട്ട് സമ്മറി. നമ്മൾ ആ കഥ മുഴുവൻ എഴുതി വെക്കണമെന്നല്ല, ഒരു കുത്തും കോമയും വിടാണ്ട് ആ കഥ മുഴുവൻ എഴുതി വെക്കണമെന്നല്ല അതിൻ്റെ മീനിങ്. ഇൻസ്റ്റെഡ് ആ ഒരു ചെറിയ സമ്മറി. അപ്പോൾ അതിൽ എന്തൊക്കെ വരണം? അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് വരണം. ഏതൊക്കെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അതിൽ വന്നിട്ടുള്ളത്, ആ ഒരു കാര്യം അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം. ആൻഡ് വാട്ട് ഈസ് ദി പ്ലോട്ട്, എന്താണ് അതിലെ സ്റ്റോറി ലൈൻ, എന്താണ് അതിൽ പറയുന്ന സ്റ്റോറി, അതിൻ്റെ സ്റ്റോറി ലൈനും വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, സോ അപ്പോൾ ഇൻട്രോ പാർട്ടായി, സെക്കൻഡ് പാരഗ്രാഫും നമ്മൾ കഴിഞ്ഞു. ദെൻ കംസ് ദി തേർഡ് പാർട്ട്, തേർഡ് സ്റ്റാൻസ, തേർഡ് പാരഗ്രാഫ്. ദാറ്റ് മീൻസ് പേഴ്സണൽ റിഫ്ലക്ഷൻ. തേർഡ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ റിഫ്ലക്ഷൻ ആണ്. വിച്ച് മീൻസ് പേഴ്സണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ഡു യു ലൈക്ക് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ സ്റ്റോറി. മൂന്നാമത്തെ പാരഗ്രാഫിൽ ഇതാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ സ്റ്റോറിയിൽ ഇഷ്ടപ്പെട്ടത്, അതല്ല നിങ്ങൾക്ക് എന്താണ് ഈ സ്റ്റോറിയിൽ ഇഷ്ടപ്പെടാതെ പോയത്. നിങ്ങൾക്ക് ചിലപ്പം തീമായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. വാട്ട് ഓൾ തിങ്സ് ഡിഡ് യു ലൈക്ക്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യപ്പെടാതെ പോയിട്ടുള്ള തീംസ് ഒരു പക്ഷേ അതിലുണ്ടോ. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് യു ക്യാൻ ജസ്റ്റ് മേക്ക് ദാറ്റ് ഇൻ ദി തേർഡ് പാരഗ്രാഫ്. ഇനി നിങ്ങൾക്ക് അതുമല്ല, ഈ ഒരു സ്റ്റോറിയുടെ ഈ ഒരു കോണ്ടെക്സ്റ്റും ഇതിൻ്റെ സെറ്റിംഗും ഒക്കെ കണ്ടിട്ട് ഇഫ് യു വോണ്ട് ടു കമ്പയർ ദി സ്റ്റോറി വിത്ത് സം അതർ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, ഏതെങ്കിലും സ്റ്റോറീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ മെൻഷൻ ദാറ്റ് സ്റ്റോറി ഇൻ ദി തേർഡ് പാരഗ്രാഫ്. ഓക്കെ, ഇനി അതിൻ്റെ കൂടുതൽ, ഇനി അതല്ല നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യവുമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ പേഴ്സണൽ റിഫ്ലക്ഷൻ, അതായത് തേർഡ് പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ദെൻ കംസ് ദി ഫോർത്ത് പാരഗ്രാഫ്. അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദി സ്റ്റോറി. ഫോർത്ത് പാരഗ്രാഫിൽ ഇറ്റ് ഈസ് ദി ക്രിട്ടിക്കൽ അനാലിസിസ്. ക്രിട്ടിക്കലായിട്ട് നിങ്ങൾ അതിനെ നമ്മൾ ഒരു വിമർശനാത്മകമായ രീതിയിലാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ടെക്നീക്സ് ഉപയോഗിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ആ ഒരു സ്റ്റോറിക്കുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ക്രിട്ടിക്കൽ അനാലിസിസിൽ പ്രൊവൈഡ് ചെയ്യാം. നോക്കി, അപ്പോൾ ആ സ്റ്റോറിയുടെ സെറ്റിംഗ് കൊടുക്കാം, അതിൽ വരുന്ന പ്ലോട്ട്, അതിലെന്തൊക്കെ സസ്പെൻസ് ആണ് വരുന്നത്, അതിൻ്റെ ക്ലൈമാക്സ്, എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് നിങ്ങൾക്ക് അവിടെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ക്രിട്ടിക്കൽ അനാലിസിസിൽ ഈ പറഞ്ഞ സംഭവം ഉൾക്കൊള്ളിക്കാം. ആൻഡ് ഫൈനലി ഫിഫ്ത്ത് പാരഗ്രാഫിൽ നമ്മൾ കൺക്ലൂഷൻ കൊടുക്കുകയാണ്. അവിടെ യു ക്യാൻ ഗിവ് ദ ഇവാലുവേഷൻ, നിങ്ങളുടെ ഒരു ഓവറോൾ ഒപ്പീനിയൻ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ആ ഒരു സ്റ്റോറിയെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, എങ്ങനെ നിങ്ങൾ ആ സ്റ്റോറിയെ വിലയിരുത്തുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ആ സ്റ്റോറിയെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ തുടക്കത്തിൽ പറഞ്ഞ നിങ്ങൾ ചെറുതായിട്ട് സൂചിപ്പിച്ച് വെച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസും കൂടെ കൂട്ടിയിട്ട് നിങ്ങളുടെ ഇവാലുവേഷൻ പാർട്ടും കൂടെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ a review is ready. So I hope this is clear for you. റിവ്യൂ ആണെങ്കിൽ അതിനൊരു ഇൻട്രോ പാർട്ട് ഇറ്റ് ഷുഡ് ബി ദർ. ഇൻട്രോ പാർട്ട് എന്ന് പറയുമ്പോഴേക്കും അതിന് ടൈറ്റിൽ ഉണ്ടായിരിക്കണം, ഓഥർ ഉണ്ടായിരിക്കണം, ആരാ എഴുതിയെന്നുണ്ടായിരിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ നിങ്ങൾക്ക് അവിടെ പറഞ്ഞു വെക്കാം. കംസ് ദ സെക്കൻഡ് പാരഗ്രാഫ്. അവിടെ നിങ്ങളുടെ സമ്മറി, അതിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് വരുന്നു, അതിൻ്റെ സ്റ്റോറി ലൈൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ സെക്കൻഡ് പാരഗ്രാഫിൽ വിശദമാക്കുക. കംസ് തേർഡ് വൺ. അവിടെ നിങ്ങളുടെ പേഴ്സണൽ റിഫ്ലക്ഷൻ ആണ്, പേഴ്സണൽ ആയിട്ടുള്ള നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്റ്റോറീസുമായിട്ട് കമ്പയർ ചെയ്യാൻ തോന്നുന്നുണ്ടോ അതല്ല നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസുമായിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ തോന്നുന്നുണ്ടോ അത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഡിസ്ലൈക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ പ്രസൻറ്റ് ചെയ്യാം. ദെൻ കംസ് ദി ഫോർത്ത് വൺ, ക്രിട്ടിക്കൽ അനാലിസിസ്. ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോഴേക്കും ക്രിട്ടിക്കലി സ്റ്റോറീനെ അനലൈസ്, ഒരു വിമർശനാത്മകമായ രീതിയിൽ നിങ്ങൾ യു ആർ അനലൈസിങ് ദ സ്റ്റോറി. അപ്പോൾ അവിടെ കഥയുടെ പ്ലോട്ട്, അതിൻ്റെ സെറ്റിംഗ്, എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ, അതിന് എന്തെങ്കിലും സസ്പെൻസ് ഉണ്ടോ, ഹൗ വാസ് ഇറ്റ് എൻഡ്. അപ്പോൾ ചില സ്റ്റോറികൾക്കൊക്കെ ചിലപ്പം ഡബിൾ എൻഡ്സ് ഒക്കെ ഉണ്ടാവും, ഒരു എൻഡ് ഇങ്ങനെ ആയിരിക്കും, അത് അതർ എൻഡ്. അപ്പോൾ അങ്ങനത്തെ ക്ലൈമാക്സ് എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിട്ടിക്കൽ അനാലിസിസ് മെൻഷൻ ചെയ്യാം. ആൻഡ് ദെൻ കംസ് ദി ഫിഫ്ത്ത് പാരഗ്രാഫ്, ഇവാലുവേഷൻ. ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫായിട്ടാണ് അത് വരിക. അവിടെ എന്ത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒന്നും കൂടെ പറഞ്ഞ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് യു ക്യാൻ ജസ്റ്റ് കൺക്ലൂഡ് യുവർ റിവ്യൂ. ഓക്കെ,
സോ ഐ ഹോപ്പ് ദിസ് ഇസ് ഓൾസോ ക്ലിയർ ഫോർ യു. റിവ്യൂ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മുടെ യങ് സീഗളിൻ്റെ മറ്റു സീഗൾസിൻ്റെ ഒക്കെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് ആ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ദിസ് ചാപ്റ്റർ വിൽ ബി വെരി സിമ്പിൾ ഫോർ യു ഗൈസ്. ഓക്കെ, സോ ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് ചാപ്റ്റർ? Now the chapter is here and it's a very interesting chapter. അബ്ദുൽ കലാം സാറിൻ്റെ, ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്റ്റോറിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. സോ ദ ടൈറ്റിൽ ഇസ് ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും. ഓക്കെ, നമ്മളിപ്പം ചന്ദ്രയാൻ 3 ഒക്കെ വിട്ടിരിക്കുന്ന ഒരു സമയത്ത് വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഒരു പ്രൗഡ് ഇന്ത്യൻ ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് APJ അബ്ദുൽ കലാമിൻ്റെ ഇത്തരത്തിലുള്ളൊരു മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു സംഭവം ഒന്നും കൂടെ റീസ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ പ്ലഷർ. നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ഒരുപക്ഷെ നമുക്കൊക്കെ മറ്റേ ചന്ദ്രയാൻ 3 ഒന്ന് വിക്ഷേപണം ചെയ്ത ടൈമിൽ നമുക്കൊക്കെ ഒരു പക്ഷേ നമ്മൾ വി മേ ഹാവ് ഫെൽ ദാറ്റ് കൈൻഡ് ഓഫ് പ്ലഷർ. നമുക്കൊരു സന്തോഷം, ഒരു കുളിരൊക്കെ നമുക്ക് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ടാവും ഇഫ് യു ആർ എ പ്രൗഡ് ഇന്ത്യൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ഇറ്റ് ഈസ് റിയലി ഹാപ്പി, ഇറ്റ് ഈസ് റിയലി പ്ലഷറബിൾ ടു റീലേൺ ദിസ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് APJ അബ്ദുൽ കലാമിനെയൊക്കെ ഒന്ന് ഓർക്കാം. സോ കമ്മിങ് ബാക്ക് ടു ദി ചാപ്റ്റർ, I will fly. When I wish upon a star, makes no difference who I am. Anything my heart decides will come to me. അപ്പോൾ ആ 2 ലൈൻസ് വളരെ പവർഫുൾ ആണ്. എൻ്റെ ഹൃദയം എന്താ ആഗ്രഹിക്കുന്നോ, എനിക്ക് കിട്ടണമെന്ന് എൻ്റെ ഹൃദയം എന്താ ആഗ്രഹിക്കുന്നതോ ഡെഫിനറ്റ്ലി ഐ ക്യാൻ അച്ചീവ് ദാറ്റ്. അത് എൻ്റെ അടുത്തേക്ക് വരും. വളരെ മീനിങ് ആയിട്ടുള്ള, വളരെ സ്വീറ്റ് ആയിട്ടുള്ള ലൈൻസ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ അദ്ദേഹം നമ്മുടെ അടുത്ത് പറഞ്ഞു വെക്കുന്നത്, ഐ റിയലൈസ് ഹൗ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂത്ത് ആൻഡ് ദി പാസ്റ്റ് ഹാവ് കണ്ടിന്യൂസ്ലി കോൺട്രിബ്യൂട്ടഡ്. അപ്പം എപ്പോഴും അബ്ദുൽ കലാം തൻ്റെ സ്പീച്ചസിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് എങ്ങനെയാണ് യൂത്ത്, യങ് ജനറേഷൻ ഒരു കൺട്രിയുടെ, ഒരു രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ആൻഡ് ഹിയർ ദ റിസോഴ്സ് ഓഫ് ഓൺ the ignited minds of the youth is the most powerful resource on earth, under earth and above earth. Very powerful lines. അപ്പം ഒരു യുവത്വമുള്ള മൈൻഡ്, അതായത് കത്തിജ്വലിക്കുന്ന നല്ല യുവത്വമുള്ള മൈൻഡ് എന്ന് പറയുന്നത് തന്നെയാണ് ഭൂമിയുടെ മേലെയും ഭൂമിയുടെ ഉള്ളിലും ഭൂമിക്ക് പുറത്തും ഒക്കെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്ത് പൈസ ഉണ്ടായിക്കൊള്ളട്ടെ, എന്ത് പവർ ഉണ്ടായിക്കൊള്ളട്ടെ, ഈ പറഞ്ഞ ആ യൂത്തിൻ്റെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പവർ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, ആൻഡ് നൗ ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് ഓൺ ദി ടോപ്പിക് to you on the topic I am born with wings, and he is there in the speech. He was going to speak about the topic I am born. ഞാൻ ഉണ്ടായിരിക്കുന്നത്, ഞാൻ ജനിച്ചതേ ചിറകുകൾ വെച്ചിട്ടാണ്. I am born with wings. ഓക്കെ, അപ്പം അദ്ദേഹത്തിന് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഞാനൊരു വില്ലേജിലേക്ക് ശാസ്ത്രായൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഇനാഗുറേറ്റ് ചെയ്യാൻ, ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോഴേക്കും എനിക്കുണ്ടായ ഒരു അനുഭവമാണ്, അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ് ഈ ഒരു സ്റ്റോറി, ഈ ഒരു സ്പീച്ചിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ആൻഡ് അദ്ദേഹം ആ ശാസ്ത്രായൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്നത് ഈ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസിനെ ഒന്നുകൂടി ആൾക്കാരിലേക്ക് എത്തിക്കുക, അതിനൊന്ന് സ്പ്രെഡ് ചെയ്യിക്കുക എന്നുള്ള ഒരു മിഷന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ശാസ്ത്രായൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് അബൌട്ട് 2000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾസ്. പല സ്കൂളുകളിൽ നിന്ന് 2000-2000 കുട്ടികളും അവരുടെ ഫാമിലീസും അവരെ ഒന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ട് വരിക. എന്തിനു വേണ്ടിയിട്ട്? ടു ബിക്കം എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ഡോക്ടേഴ്സ് ആൻഡ് ക്വാളിഫൈഡ് മാനേജേഴ്സ് ആൻഡ് സിവിൽ സർവൻസ്. അപ്പം അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഈ പറഞ്ഞ ലെവലുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമത്തിലായിരുന്നു ഈ പറഞ്ഞ ശാസ്ത്രായൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് അവിടെ ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരുപാടായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. ആൻഡ് ദേ വർ ഗിവൻ ചാൻസ്. ഇദ്ദേഹത്തിൻ്റെ ഇനാഗുറൽ സ്പീച്ചിന് ശേഷം ഓരോ കുട്ടികൾക്കും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. 2000 കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ APJ അബ്ദുൽ കലാം സാറ് അദ്ദേഹത്തിന് ടൈം ലിമിറ്റേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ചോദ്യങ്ങൾ കേൾക്കാൻ പറ്റില്ല. അദ്ദേഹം വളരെ റാൻഡമായിട്ട് ഏറ്റവും പുറകിലത്തെ നിരയിൽ നിന്ന് ഏറ്റവും മുന്നിലത്തെ നിരയിൽ വരെയുള്ള കുറേ കുട്ടികളെ തിരഞ്ഞെടുക്കുകയാണ്. ഏതാണ്ട് ഓൾമോസ്റ്റ് 10-12 കുട്ടികളെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്ത് നിർത്തുന്നത്. ഓക്കെ, അവരിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ കേൾക്കുകയാണ്. ആൻഡ് അദ്ദേഹം അവിടെ പറയാൻ പോയിരുന്ന ആ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സയൻസ് എംപവേഴ്സ് നേഷൻ. എങ്ങനെയാണ് സയൻസ് ഒരു നേഷനെ അതിൻ്റെ ഇംപ്രൂവ്മെൻറ്റ്, അതിൻ്റെ ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്.
ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സിന് ശേഷം അദ്ദേഹം ഈ പറഞ്ഞ പോലെ കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആൻഡ് ദ ക്വസ്റ്റ്യൻ വാസ്, അദ്ദേഹത്തിനെ എക്സൈറ്റ് ചെയ്യിച്ച, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഷെയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇറ്റ് വാസ് ഫ്രം എ വില്ലേജ് ബോയ്, ഒരു ഗ്രാമത്തിൽ നിന്നൊരു കുട്ടിയാണ് ചോദിച്ചത്. ആൻഡ് ഹി വാസ് വെരി നെർവസ് ആൻഡ് എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് യൂത്ത് ഓഫ് ഇന്ത്യ. ഒന്ന് ശ്രദ്ധിക്കണം, അവൻ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വളരെ നെർവസ് ആയിരുന്നു, ഭയങ്കര പേടിയോടെയൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. ആൻഡ് ഹി റെപ്രസെൻറ്റഡ് എ ടിപ്പിക്കൽ യൂത്ത്, സാധാരണ എന്ത് കാര്യത്തിനും വിമുഖതയുള്ള, അല്ലെങ്കിൽ ഒരു കാര്യവും ചോദിക്കാൻ മെനക്കെടാത്ത, അതിനൊക്കെ പേടിയായിട്ട് കുറച്ച് ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ബോയ് ആയിരുന്നു ആ പയ്യൻ. ആൻഡ് ഈ പയ്യൻ ചോദിച്ചു തുടങ്ങുന്നത് എന്താ, സർ ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് ചോദിക്കുന്നുണ്ട് എന്നൊന്നും അറിയില്ല, കാരണം ഐ എം റിയലി നെർവസ്, എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ ഐ ഹാവൻറ്റ് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻ ഇൻ മൈ ക്ലാസ്. ഞാൻ ഇതുവരെ എൻ്റെ ക്ലാസ്സിലൊന്നും ഒരു ചോദ്യം എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്, ബട്ട് ഐ ഹാവൻറ്റ് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം, എനിക്ക് ആത്മവിശ്വാസം വേണമെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇത്രയും കാലം ഞാൻ പഠിച്ചിട്ടും ഐ കുഡൻറ്റ് അക്വയർ ദാറ്റ്. ഞാൻ ഇത്ര കാലം പഠിച്ചിട്ടും എനിക്ക് ഈ പറഞ്ഞ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവാത്തത്? ഐ എം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ടീച്ചേഴ്സ്. എനിക്ക് എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ ഇപ്പോഴും പേടിയാണ്. ഐ കമ്പയർ മൈസെൽഫ് വിത്ത് ദ അതർ സ്റ്റുഡൻസ് ആൻഡ് ദെയർ എലഗൻറ്റ് ഡ്രസ്. അപ്പോൾ ഞാൻ എപ്പോഴും സംസാരിക്കാൻ പോകുമ്പോഴേക്കും ഞാൻ എന്നെ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യും. ഞാൻ അവൻ്റെ അടുത്ത് പോയി നിന്നാൽ, അല്ലെങ്കിൽ അവനെപ്പോലെ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, അവനെപ്പോലെ നല്ല വസ്ത്രം എനിക്കില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ബാക്കോട്ട് അടിച്ച് നിൽക്കുകയാണ് ചെയ്യാറ്. പ്ലീസ് ടെൽ മീ, ഐ വോണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. പ്ലീസ് എനിക്കൊരു അഡ്വൈസ് തരൂ, എൻ്റെ ആഗ്രഹം ഒരു മറൈൻ എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ടാണ്. സോ വാട്ട് ക്യാൻ ഐ ഡു ടു ബിക്കം ദാറ്റ്? എനിക്കൊരു ഷിപ്പിലൊക്കെ ട്രാവൽ ചെയ്യണം, അതൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് എങ്ങനെയാണ് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുക? സർ, എനിക്കൊരു വഴി പറഞ്ഞു തരുമോ? ആൻഡ് വെൻ ദ ബോയ് കംപ്ലീറ്റഡ് ദ ക്വസ്റ്റ്യൻ, എൻറ്റയർ ഓഡിയൻസ്, അവിടെയുള്ള സകല ആൾക്കാരും APJ അബ്ദുൽ കലാം പറയുന്ന ആൻസറിന് വേണ്ടിയിട്ട് ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എവ്രി വൺ വോണ്ട്സ് ടു നോ ദി ആൻസർ. ആൻഡ് അദ്ദേഹം പറയുകയാണ്, ഐ തോട്ട് ഓഫ് ഇറ്റ് ആൻഡ് ബ്രേക്കിംഗ് ദ സൈലൻസ് ഐ സെഡ്. അപ്പം നമ്മുടെ അബ്ദുൽ കലാം സർ പറയുന്നത് ഇതാണ്, ലെറ്റ് മീ ജസ്റ്റ് ഗിവ് യു എ തോട്ട്. ഒരു പോയം ഞാൻ നിങ്ങളുടെ മുന്നിൽ റിസൈറ്റ് ചെയ്യാം. ആ ഒരു റെസിറ്റേഷനിൽ നിന്ന് യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഓൾ തിങ്സ് ഐ വോണ്ടഡ് ടു ടെൽ യു. ഓക്കെ, ആ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ പലരും ചോദിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പയ്യൻ, ഈ ഒരു ബോയ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ ഐ ജസ്റ്റ് റിസൈറ്റ് ഇറ്റ് ത്രൂ എ പോയം. എന്താണ് ആ പോയത്തിൽ പറയുന്നത്? ഐ എം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, ഐ എം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. അപ്പം എനിക്ക് എൻ്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ ഉണ്ട്, ഞാൻ ജനിച്ചിരിക്കുന്നത് ആ ഒരു കഴിവോടെയാണ്. ആൻഡ് ഐ എം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. എനിക്ക് ഈ പറഞ്ഞ എൻ്റെ ഉള്ളിൽ നല്ല നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്, എൻ്റെ ഉള്ളിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്. ആൻഡ് ഐ എം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. എൻ്റെ ഉള്ളിൽ എനിക്ക് എന്തൊക്കെയുണ്ട്? ഐഡിയാസും ഉണ്ട്, അതുപോലെ തന്നെ ഡ്രീംസും ഉണ്ട്, സ്വപ്നങ്ങളും എൻ്റെ ഉള്ളിലുണ്ട്. ഐ എം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. ഈ പറഞ്ഞ ഒരു ഗ്രേറ്റ്നെസ് എൻ്റെ ഉള്ളിലുണ്ട്. ഐ എം ബോൺ വിത്ത് കോൺഫിഡൻസ്. എനിക്ക് കോൺഫിഡൻസ് എൻ്റെ ഉള്ളിലുണ്ട്. ഐ എം ബോൺ വിത്ത് വിങ്സ്. ഇതൊക്കെയുണ്ട്, ഞാൻ ചിറകുകളോടെയാണ് ജനിച്ചിരിക്കുന്നത്. സോ ഐ എം നോട്ട് മെന്റ് ഫോർ ക്രൗളിംഗ്. ഐ ഹാവ് വിങ്സ്, ഐ വിൽ ഫ്ലൈ, ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ. അപ്പം ഞാനൊരിക്കലും ഇങ്ങനെ മുട്ടിലഴഞ്ഞ് നീങ്ങാനോ അല്ലെങ്കിൽ ഇഴഞ്ഞു നടക്കാനോ അല്ല ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, പകരം ഐ വിൽ ഫ്ലൈ, ഞാൻ തീർച്ചയായും പറക്കും. അപ്പം അദ്ദേഹം ഈ കുട്ടിയുടെ സംശയത്തിന് ഹി ജസ്റ്റ് റിപ്ലൈഡ് ത്രൂ എ വെരി ബ്യൂട്ടിഫുൾ പോയം. ഒരിക്കലും നിന്റെ ഉള്ളിൽ ഇതൊന്നും ഇല്ല എന്ന് വിചാരിക്കും. യു ആർ ഗ്രേറ്റ്. നിന്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ യു ജസ്റ്റ് യൂട്ടിലൈസ് ദാറ്റ് ആൻഡ് സ്റ്റാർട്ട് ടു fly. Just work for what you want. Okay? And then, young friends, let me discuss with you how you can be unique. I have so far met 15 million youth in decades time. അദ്ദേഹം പറയാണ്, ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് എത്രയോ അധികം കുട്ടികളെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ലേൺഡ് എവ്രി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്, ദാറ്റ് ഈസ് യു. അപ്പം ഇത്രയും കാലത്തെ എൻ്റെ അനുഭവത്തിൽ നിന്ന്, ഞാൻ മീറ്റ് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദിസ് തിങ്, എവ്രി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്, ദാറ്റ് ഈസ് യു. എല്ലാ യൂത്തും, ഓരോ യുവാക്കളും അല്ലെങ്കിൽ യുവതികളും അവർ യുണീക്ക് ആയിരിക്കണം. യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെഷ്യൽ, സംതിങ് സ്പെഷ്യൽ. അവർ യുണീക്ക് ആയിരിക്കണം. നിങ്ങളായിരിക്കണം, ദാറ്റ് ഈസ് യു. നമ്മളെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ, അയ്യോ അവന് നല്ലോണം വരയ്ക്കാൻ അറിയാം, പക്ഷെ എനിക്ക് പറ്റില്ല, അവൻ നല്ലോണം റീഡ് ചെയ്യും, ഐ കാൺ ഡു ദാറ്റ്. പേരൻസും പലപ്പോഴും, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസും അല്ലെങ്കിൽ ഫ്രണ്ട്സും ഒക്കെ, എന്നെ പോലെ നിനക്ക് വരയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവനെ പോലെ നിനക്ക് ചെയ്യാൻ പറ്റില്ല. ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. യു ആർ യു, യു ആർ യുണീക്ക്. നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നീ ആയിരിക്കുക, എന്നാൽ മാത്രമേ യു ക്യാൻ അച്ചീവ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ മുഴുവനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ടീച്ചേഴ്സും പാരൻസും ഒക്കെ പറയാം, അവനെ പോലെ ഗുഡ് മാർക്സ് മേടിക്കുക, നല്ല മാർക്സ് മേടിക്കുക. പക്ഷേ
യു ജസ്റ്റ് യൂട്ടിലൈസ് യുവർ പൊട്ടൻഷ്യൽ, യു ജസ്റ്റ് ബി യുവർ സെൽഫ്. നിങ്ങളായിരിക്കുക. എന്നിട്ട് മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. വൈ ഡോണ്ട് യു ബിക്കം ലൈക്ക് ദി ഫസ്റ്റ് 5 റാങ്കേഴ്സ്? ടീച്ചേഴ്സ് പലപ്പോഴും നിങ്ങളുടെ ക്ലാസ്സിലെ ആദ്യത്തെ 5 റാങ്കുകാരിൽ ഒരാളാവണം നിങ്ങൾ. എവിടെ പോയി കഴിഞ്ഞാലും പറയും യു ഹാവ് ടു ബി സംബഡി എൽസ് ഓർ എവ്രിബഡി എൽസ്. അപ്പോൾ നോക്ക്, അവരെല്ലാവരും അങ്ങനെയാണ്. സോ യു ഷുഡ് ഓൾസോ ബി ലൈക്ക് ദാറ്റ്. ഡോണ്ട് ജസ്റ്റ് ഗോ ഫോർ സച്ച് തിങ്സ്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടേതായ വേയിൽ യുണീക്ക് ആയിരിക്കുക, സ്പെഷ്യൽ ആയിരിക്കുക. ആൻഡ് ദ ചാലഞ്ച്, മൈ ഡിയർ യങ് ഫ്രണ്ട്സ്, ഇസ് ദാറ്റ് you have to fight the hardest battle which any human being can ever imagine, and never stop fighting until you arrive your destined place. That is a unique you. All right. അപ്പോൾ അതാ നോക്കിയേ, നിങ്ങൾ എന്താവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ ഒരു സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട് യു ജസ്റ്റ് ട്രൈ. നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കുക, നിങ്ങൾ ട്രൈ ചെയ്യുക. ദെൻ യു വിൽ ഡെഫിനറ്റ്ലി അച്ചീവ് സക്സസ്. സോ ദാറ്റ് ഇസ് ഇറ്റ്. അപ്പം ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ്, വെരി മോട്ടിവേറ്റിംഗ് സ്റ്റോറി, വെരി മോട്ടിവേറ്റിംഗ് സ്പീച്ച് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഓക്കെ, അപ്പം ഇവിടെയാണെങ്കിലും നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും വിൽ ജസ്റ്റ് സീ ദ ലേണിംഗ് ഔട്ട്കംസ് ദാറ്റ് യു ഹാവ് ടു ലേൺ. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കാം. ഓക്കെ, ദെൻ കംസ് ദ നെക്സ്റ്റ് ചാപ്റ്റർ, Quest for a Theory of Everything. ഇത് നമ്മൾ പറഞ്ഞു കിറ്റി ഗെയിൽ ഫെർഗുസൺ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ആൻഡ് സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റുഡൻ്റ് ഒന്നും അല്ല. ബട്ട് സ്റ്റിൽ ഹി വാസ് എ വെരി ഗുഡ് ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. ഒരു വളരെ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ആൻഡ് ഹി വാസ് എൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ്, ദ 38-year-old മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പം അദ്ദേഹത്തിന് ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു, ഒരു പ്രൊഫസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. ആൻഡ് ഈ ഒരു ടൈറ്റിൽ എൻഡ് ആൻഡ് സൈറ്റ് ഓഫ് തിയററ്റിക്കൽ ഫിസിക്സ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഡിസ്കവറീസിന് വഴിതെളിച്ചിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ആൻഡ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻ ഇംഗ്ലണ്ട്. ആൻഡ് ഏതാണ്ട് ഹിസ് ഫാദർ ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്, അവരുടെ പാരൻസ് ഇവർ രണ്ടുപേരും അത്രയ്ക്ക് ഭയങ്കര വെൽത്തി ഒന്നും ആയിരുന്നില്ല. ബട്ട് സ്റ്റിൽ ദ ബിലീവ്ഡ് ഇൻ എഡ്യൂക്കേഷൻ. അവർ നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന പാരൻസ് ആയിരുന്നു രണ്ടുപേരും. ആൻഡ് ദെൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ആഗ്രഹം അനുസരിച്ച് അദ്ദേഹം മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓൾറൈറ്റ്, അപ്പം ചെറിയ സ്കൂളിങ്സ് ഒക്കെ സെയിൻറ്റ് ആൽബൻ സ്കൂളിലൊക്കെയാണ് അവരുടെ സ്കൂളിങ്സ് ഒക്കെ നടക്കുന്നത്. ആൻഡ് ദെൻ അച്ഛൻ്റെ താല്പര്യപ്രകാരം ഹി just went to take up medicine as his career. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നത് ഒരു സയൻറ്റിസ്റ്റ് ആവണമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഈ അച്ഛൻ്റെ നിർബന്ധം കാരണം അദ്ദേഹം മെഡിസിൻ ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അദ്ദേഹം അവിടെ ഒരു ഓർഡിനറി ബോയ് ആയിരുന്നു, വളരെ സ്ലോ ആയിരുന്നു, പഠിക്കാനൊക്കെ വളരെ പുറകോട്ട് അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. ആൻഡ് ഹി വാസ് റാങ്ക്ഡ് നോ മോർ ദാൻ ഹാഫ്. അപ്പം ക്ലാസ്സിലൊക്കെ ആണെങ്കിലും ഒരിക്കലും ഫസ്റ്റ് റാങ്കിലേക്കൊക്കെ ഒന്നും വന്നിരുന്നിട്ടുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ ഒരിക്കലും സ്റ്റീഫൻ ഹോക്കിങ്സ് ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു 10-14 വയസ്സായപ്പോഴേക്കും ആൻഡ് ഹി ന്യൂ ദാറ്റ് ഹി വുഡ് പെർസ്യൂ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. ആൻഡ് അദ്ദേഹം അത് ടേക്കപ്പ് ചെയ്യാണ്. ആൻഡ് ഹിസ് ഫാദർ കോൾഡ് ദിസ് ഇംപ്രാക്ടിക്കൽ ഫോർ ദർ വർ നോ ജോബ്സ് ഇൻ മാത്തമാറ്റിക്സ് എക്സെപ്റ്റ് ടീച്ചർ. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇതിനെ എതിർക്കാനുണ്ടായിരുന്ന മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മാതിരി എന്താണ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അതിനുണ്ടായിരുന്നില്ല. ആകെപ്പാടെ ഉണ്ടായിരുന്നത് ഒരു ടീച്ചർ ആവുക അല്ലെങ്കിൽ അതിനപ്പുറം കൂടുതലായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും അവിടെ പോസിബിൾ അല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇതിനൊന്നും തീരെ സപ്പോർട്ട് നിൽക്കാതിരുന്നത്. പക്ഷേ എനിവേ ഹി ജസ്റ്റ് ടുക്ക് അപ്പ് ദ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. അദ്ദേഹത്തിൻ്റെ മെയിൻസ് അദ്ദേഹം എടുക്കുകയാണ്. ആൻഡ് ഹി ഡിഡ് വെൽ ഇൻ ഫിസിക്സ് ആൻഡ് ദ ഇൻ്റർവ്യൂ വാസ് ബ്രില്യൻ്റ്ലി അക്സെപ്റ്റഡ്. അദ്ദേഹം എൻട്രൻസ് ടെസ്റ്റ് എഴുതി ഓക്സ്ഫോർഡിലേക്കൊക്കെ കയറുകയാണ്. ആൻഡ് അറ്റ് ദ ഏജ് ഓഫ് 17 he went to Oxford to study natural science to specialize in physics. അദ്ദേഹം ഓക്സ്ഫോർഡിലേക്ക് പോയി ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറൽ സയൻസ് ആണ് പഠിക്കുന്നത്. ഓക്കെ, അവിടെ about a year and a half he was lonely and bored. അപ്പോൾ ആദ്യ കാലഘട്ടമൊക്കെ അദ്ദേഹം വളരെയധികം ബോർഡായിരുന്നു. ഒരു തരത്തിലും അക്കാഡമിക്കലി ഒന്നും തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. പക്ഷേ ഒരു പകുതി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫഷൻ, താൻ ഉണ്ടായിരുന്ന ആ ഒരു സ്പേസ് വളരെയധികം എൻജോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവൻ കൂട്ടുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ കോളേജിലൊക്കെ കുറച്ചും കൂടെ പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഹി റിമെമ്പർ ഹിം ആസ് എ ലൈവ്ലി ബയോണ്ട് ആൻഡ് അഡാപ്റ്റബിൾ വൺ. അപ്പം വളരെ അഡാപ്റ്റബിൾ ആയിട്ടുള്ള എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ഒരു നല്ലൊരു പേഴ്സൺ.
ഓക്കെ, അദ്ദേഹത്തിന് ഇതിൽ മാത്രമല്ല ഹി ലൈക്ക് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് സയൻസ് ഫിക്ഷൻ, അതുപോലെ തന്നെ സ്പോർട്സിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് എന്ത് സംഭവിച്ചു, ഒരു തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴേക്കും ഹോക്കിംഗ് ഓൾമോസ്റ്റ് ഫ്ലോണ്ടേഡ്. ഹി സെലക്ടഡ് തിയററ്റിക്കൽ ഫിസിക്സ് ആസ് എ സ്പെഷ്യാലിറ്റി. വീണ്ടും സ്പെഷ്യലൈസേഷനിലേക്ക് പോവുകയാണ്, തിയററ്റിക്കൽ ഫിസിക്സ് അദ്ദേഹം എടുക്കുകയാണ്. ആൻഡ് ഹി അപ്ലൈ ടു ടേക്ക് അപ്പ് PhD in Cambridge. ഓക്കെ, ആൻഡ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹി ഗോട്ട് എ ഫസ്റ്റ് ഫ്രം ഓക്സ്ഫോർഡ് ആൻഡ് ഹി വാസ് അക്സെപ്റ്റഡ് ഓൺ കണ്ടീഷൻ ദാറ്റ് ഹി ഗോട്ട് എ ഫസ്റ്റ്. അപ്പം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന ആളാണെങ്കിൽ ഹി വിൽ ജസ്റ്റ് ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡു PhD in Cambridge. പക്ഷേ എന്ത് സംഭവിക്കുകയാണ്, അദ്ദേഹത്തിന് ഈ പറഞ്ഞ മാതിരി ഫസ്റ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, സെക്കൻഡ് ആൻഡ് തേർഡ് റാങ്ക്സിലേക്കൊക്കെ പോവുകയാണ്. പക്ഷേ എന്ത് സംഭവിക്കുകയാണ്, ഇൻ്റർവ്യൂ ടൈമിൽ ഹി ജസ്റ്റ് ഡിഡ് വെൽ, നല്ല രീതിക്ക് പെർഫോം ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്, അതായത് കേംബ്രിഡ്ജിലേക്കുള്ള ആ ഒരു ആപ്ലിക്കേഷൻ, ആ ഒരു എൻട്രിയും ഈസി ആയിട്ട് നടക്കുവാണ്. ഓക്കെ, ആൻഡ് ദെൻ ഹോക്കിംഗ് മാനേജ് ടു കം അപ്പ് വിത്ത് കൈൻഡ്സ് ഓഫ് റിമാർക്ക് ഓഫ് ഹി വാസ് ഫേമസ് അമംഗ് ഹിസ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം വീണ്ടും ഫസ്റ്റ് കിട്ടി, ഹി ഗോട്ട് ഹിസ് ഫസ്റ്റ് ആൻഡ് ഹി വെന്റ് ടു കേംബ്രിഡ്ജിലേക്ക് പോയി. ആൻഡ് ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് കേംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ അറ്റ് ഓക്സ്ഫോർഡ്. ഇപ്പോൾ കേംബ്രിഡ്ജിൽ വന്നപ്പോഴേക്കും അവിടുത്തെ ആദ്യത്തെ ഇയർ അവിടെ ഓക്സ്ഫോർഡിൽ ഉണ്ടായിരുന്നതിനേക്കാളും വളരെ മോശമായിരുന്നു. ആൻഡ് ദെൻ ഹിസ് സ്ലിപ്ഷോർട്ട് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കോട്ട് അപ്പ് വിത്ത് ഹിം ആൻഡ് ഹി ഫൗണ്ട് ജനറൽ റിലേറ്റിവിറ്റി എക്സ്ട്രീംലി. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സബ്ജക്ട്സ് വളരെയധികം ടഫായിട്ടൊക്കെ ഫീൽ ചെയ്തു. ഓക്കെ, ആൻഡ് കുറച്ചൊരു കഴിഞ്ഞപ്പോഴേക്കും ഒരു മൂന്നാമത്തെ വർഷമൊക്കെ ആയപ്പോഴേക്കും ഹി സ്റ്റാർട്ടഡ് ടു ഫീൽ ക്ലംസി ആൻഡ് ഹി വുഡ് ഫോളൻ വൺസ് ആൻഡ് ട്വൈസ് ഫോർ നോ അപ്പാരന്റ് റീസൺ. അപ്പം അദ്ദേഹത്തിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒരു കാരണവുമില്ലാണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന പ്രവണതകളൊക്കെ കണ്ടു തുടങ്ങി. ആൻഡ് ഫൈനലി ഓൺ ഹിസ് 21st birthday in 1963 he contracted a rare disease, amyotrophic lateral sclerosis. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 21st ബർത്ത്ഡേയുടെ ടൈമിൽ he just understood that അദ്ദേഹത്തിന് amyotrophic lateral sclerosis എന്ന് പറയുന്ന അസുഖം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഓക്കെ, എന്നിരുന്നാലും അദ്ദേഹം കൂടുതൽ അതിനെയൊന്നും വകവെക്കുന്നില്ല. ആദ്യമേ അത് കേട്ടപ്പോഴേക്കും ഹി വാസ് ഡിയർലി ഡിപ്രസ്ഡ്. പക്ഷെ അദ്ദേഹം ഹി ജസ്റ്റ് ഓവർകം ദാറ്റ് അതിനെ ഓവർകം ചെയ്ത് അദ്ദേഹം വീണ്ടും വരികയാണ്. ഓക്കെ, ആൻഡ് ദെൻ ഹി ഫൈനലി മെറ്റ് ഹിസ് അദ്ദേഹത്തിൻ്റെ ലൈഫ് പാർട്ട്ണറെ കണ്ടുമുട്ടുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്, ലൈഫ് പാർട്ട്ണറെ കണ്ടുമുട്ടുന്നുണ്ട്. ആൻഡ് ദെൻ സ്റ്റിൽ he was having that faith in himself. എന്തൊക്കെയാണെങ്കിലും I'll just go on like this എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആൻഡ് he just continued like that. അപ്പം മാരേജ് ഒക്കെ കഴിഞ്ഞു ആൻഡ് ഹി വാസ് ജസ്റ്റ് ഫീലിംഗ് ലൈക്ക് വാസ് കുറച്ച് നേരത്തിനുള്ളിൽ അദ്ദേഹം ഓക്കെ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരുന്നു. പക്ഷെ വീണ്ടും ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ വീണ്ടും വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഹി മെറ്റ് ജെയിൻ. When Jane met him again after his discharge from the hospital, he was really in a pathetic situation. അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടിയ ആളാണ് അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ജെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം they just started their life. അപ്പോൾ അതിനുശേഷം ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോരോ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഫൈനലി അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജസിലേക്കൊക്കെ എത്തുമ്പോഴേക്കും he was having different problems. ഡോക്ടേഴ്സ് ന്യൂമോണിയ അല്ലെങ്കിൽ മറ്റു പ്രോബ്ലംസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് അദ്ദേഹത്തിൽ ഇൻവെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട്. ദ ഫ്യൂച്ചർ ലുക്ക്ഡ് വെരി ബ്ലീക്ക്, ജെയിൻ റിമാർക്ക്ഡ്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാവി എന്ന് പറയുന്നത് ഇറ്റ് വാസ് വെരി ബ്ലീക്ക്, ഒട്ടും കളർഫുൾ അല്ലാത്തൊരു ഭാവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ സ്റ്റിൽ he, with the help of Walt Wolters, a computer expert in California, sent him a program he had developed called Equalizer, which allowed Hawking to select words from the screen. അപ്പോൾ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടെ ഹി ജസ്റ്റ് സ്റ്റാർട്ടഡ് ടു യൂസ് ഈക്വലൈസർ, വേർഡ്സ് സെലക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു മാർഗം ഹി ജസ്റ്റ് ഓപ്റ്റഡ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ബുക്ക് ഫിനിഷ് ചെയ്യുകയാണ്. he thought he would be unable to finish his book, പക്ഷേ he just finished it with the support of Brian Witt, A Brief History of Time. ആ ബുക്കിൻ്റെ ടൈറ്റിൽ അങ്ങനെയാണ്. ബ്രിയൻ വിറ്റിൻ്റെ സഹായത്തോടെ അദ്ദേഹം ആ ഒരു ബുക്ക് ഫിനിഷ് ചെയ്യുകയാണ്. ഓൾ റൈറ്റ്, ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്, one will encounter a multitude of paradoxes in the book. അപ്പം ആ ബുക്കിനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇതിൽ നല്ല രീതിക്ക് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒക്കെ റിഫ്ലക്ഷനും ഈ പറഞ്ഞതിൽ നടക്കുന്നുണ്ട്. All right, and coming towards the end, it is of course a miracle that Hawking has been able to achieve everything he has. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണമെന്നുണ്ടായിരുന്ന കാര്യങ്ങൾ അദ്ദേഹം എത്ര വീക്കായിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷനിലായിരുന്നാലും അദ്ദേഹം അത് അറ്റൈൻ ചെയ്തു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു
ഒരു പവർ, ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹിസ് വിൽ പവർ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് കൊണ്ട് മാത്രമാണ് ഹി ജസ്റ്റ് ഓവർകെയിം all those things. And Stephen Hawking has overcome his crippling disease to become the supernova of world physics. അദ്ദേഹം ഈ ഒരു ടൈറ്റിൽ അറ്റൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹിസ് വിൽ പവർ, അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക്. അപ്പം ഒരിക്കലും നിന്ന് പോവില്ല, ഐ വോണ്ട് ജസ്റ്റ് ഗിവ് അപ്പ് എന്ന് പറയുന്ന ഒരു തോട്ടിലൂടെയാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിലേക്ക്, ഈ ഒരു ടൈറ്റിലേക്ക് എത്തിപ്പെടുന്നത്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ഓൾസോ എ ക്ലിയർ വൺ ഫോർ യു. ഇതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ, വാട്ട് ഡിഡ് ഹി ഡു, എവിടെയാണ് ജനിച്ചത്, ആൻഡ് വാട്ട് ഓൾ തിങ്സ് ഹാപ്പൻഡ്, സെയിൻറ്റ് ആൽബൻസിലേക്ക് പോയി, കോളേജ് എഡ്യൂക്കേഷൻ, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, ദെൻ ജെയിൻ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്, സോ ദാറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. Alright, so I hope this chapter is also clear for you. ഇതും ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് കംസ് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോയം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇഫ് എന്ന് പറയുന്ന പോയമാണ് നമ്മൾ നെക്സ്റ്റ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ പോയംസ് നമ്മൾ ഡീൽ ചെയ്യുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, പോയംസ് വിൽ ഡെഫിനറ്റ്ലി ഹാവ് ലോഡ് ഓഫ് പോയറ്റിക് ഡിവൈസസ്. ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഉണ്ടാവും. പക്ഷെ ഇത് കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ളൊരു പോയമാണ്. ഇതൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് പോയമാണ് ഇഫ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് റിട്ടൺ ബൈ റുഡിയാർഡ് കിപ്ലിംഗ്. ഇപ്പം ഇതിൽ ഒരു മനുഷ്യൻ ഹൗ ഷുഡ് എ മാൻ ബി എ പെർഫെക്റ്റ് മാൻ, ഒരു ശരിക്കും ഒരു യഥാർത്ഥത്തിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മാൻ ആവേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ആ ഒരു രീതിക്ക് നമുക്ക് തരുന്ന ഒരു അഡ്വൈസ് പോലെ തരുന്ന ഒരു പോയമാണ് ഇഫ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എ ഡൈഡാക്ടിക് പോയം വിച്ച് മീൻസ് ഇറ്റ് ഗിവ്സ് മോർ മോറൽസ് ടു us. കുറച്ചുകൂടി മോറൽ ആയിട്ടുള്ള കുറച്ചുകൂടി ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു പോയമാണ് ഇഫ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എ ഡൈഡാക്ടിക് പോയം. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ദിസ് ഇസ് എ ഡൈഡാക്ടിക് പോയം എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. സോ ഷാൽ വി സ്റ്റാർട്ട് വിത്ത് ദ പോയം? If you can keep your head when all about you are losing theirs and blaming it on you. അപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള സകല കാര്യങ്ങളും ഇറ്റ് ഈസ് ഗോയിങ് റോങ്, ഒരു കാര്യവും നല്ല രീതിക്ക് നടക്കുന്നില്ല, എവ്രിതിങ് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന സകല കാര്യങ്ങളും ഫ്ലോപ്പ് ആവുകയാണ്, എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആൻഡ് ആർ യു ലൂസിങ് ദെയർസ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു, സകല മനുഷ്യരും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്, നീ ചെയ്തത് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇങ്ങനെ നിങ്ങളെ സകല ആൾക്കാരും, നിങ്ങൾ ഉൾപ്പെടെ സകല ആൾക്കാരും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. സോ അപ്പോഴും നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ, അതിനെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? If you can trust yourself when all men doubt you, നിങ്ങളെ സകല ആൾക്കാരും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്, നിങ്ങൾ ഡൗട്ട് ചെയ്യാണ്, നിനക്കത് പറ്റില്ല എന്ന് നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ട്രസ്റ്റ് ഉണ്ടോ, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. അപ്പം നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നതിനോടൊപ്പം ജസ്റ്റ് തിങ്ക് അബൌട്ട് വൈ others are saying all these things. എന്തുകൊണ്ടാണ് ഈ മറ്റുള്ളവർ തന്നെ പറ്റി പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴമ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം ഈ പറഞ്ഞൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ. ആൻഡ് ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയിറ്റിംഗ്, നിങ്ങൾ കുറേയധികം കാലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആൻഡ് ആ വെയിറ്റ് ചെയ്യുന്നതിൽ ഒരിക്കലും ടയേർഡ് ആവാതിരിക്കുക. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ യു ആർ ജസ്റ്റ് റൈറ്റിംഗ് എൻ എക്സാമ്പിൾ ആയിട്ട് നോക്കുക. അപ്പം ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല, രണ്ടാമത്തെ പ്രാവശ്യവും എഴുതി കിട്ടിയില്ല, ഡോണ്ട് ജസ്റ്റ് ഗെറ്റ് ഫെഡ് അപ്പ്. അടുത്ത പ്രാവശ്യത്തേക്ക് വേണ്ടി പ്രതീക്ഷിക്കുക, അടുത്ത പ്രാവശ്യത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇഫ് യു ആർ ഏബിൾ ടു ഡു ദാറ്റ് ദെൻ or being lied about or don't deal in lies. നിങ്ങളെ പറ്റി പല ആൾക്കാരും പലതും പറഞ്ഞുണ്ടാക്കാം, പക്ഷെ ഒരിക്കലും നിങ്ങൾ അവരെ പോലെ ബിഹേവ് ചെയ്യാതിരിക്കുക, അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ഒരിക്കലും ഇറങ്ങി ചെല്ലാതിരിക്കുക. or being hated, don't give way to hating. നിങ്ങൾ ഒരു പക്ഷേ വെറുക്കുന്ന ആൾക്കാരുണ്ടാവാം, പക്ഷേ don't hate others. മറ്റുള്ളവരെ നിങ്ങളോട് ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യാതിരിക്കുക. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് ഓർ നോട്ട് ടോക്ക് ടു വൈസ്. അപ്പം നിങ്ങൾക്ക് പലപ്പോഴും ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്, കുറച്ച് ആൾക്കാരുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട് ഭയങ്കര പോസ്റ്റലിൽ ഡ്രസ്സ് ചെയ്യുക, അതല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിയുള്ള ഭയങ്കര അറിവുള്ള ആളായിട്ട് ആൾക്കാരുടെ അടുത്ത് ബിഹേവ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഉള്ളത് മാത്രം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആരാണോ, ബി യോർ സെൽഫ്. നമ്മൾ നേരത്തെ പഠിച്ച ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ജസ്റ്റ് ബി യോർ സെൽഫ്. നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്താണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം. സോ ഡോണ്ട് ജസ്റ്റ് ഗോ ഓവർ ബോർഡ്. അതിൽ കൂടുതലായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് നിങ്ങൾ അതുപോലെ ആയിരിക്കുക. If you can dream and not make dreams your master. നിങ്ങൾക്ക് ഡ്രീം ചെയ്യാം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അത് തന്നെ പഠിച്ചത്, ഡ്രീം ചെയ്യാം, പക്ഷേ ഡോണ്ട് ലെറ്റ് യുവർ ഡ്രീംസ് മാസ്റ്റർ യു. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളെ മാസ്റ്റർ ചെയ്യാൻ അനുവദിക്കരുത്. ഒരാൾ നിങ്ങളുടെ ഭരണം കയറി ഏറ്റെടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ വൺ ഹു ഇസ് ലീഡിങ് യു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇഫ് യു ക്യാൻ തിങ്ക്, നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. നിങ്ങൾക്ക് ചിന്തിക്കാം, പക്ഷെ ആ തോട്ട്സ് ആയിരിക്കരുത് നിങ്ങളുടെ എയിം.
Then if you can meet with triumph and disaster, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടാവും? ട്രയംഫും ഉണ്ടാവും, ഡിസാസ്റ്ററും ഉണ്ടാവും, സക്സസും ഉണ്ടാവും, ഫെയിലിയറും ഉണ്ടാവും. രണ്ടിനെയും എന്ത് ചെയ്യണം? ആൻഡ് ട്രീറ്റ് ദീസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ഈ രണ്ട് ഇമ്പോസ്റ്റേഴ്സിനെയും, ഇമ്പോസ്റ്റേഴ്സ് എന്നാണ് ഈ ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും ഇവിടെ പറഞ്ഞത്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇമ്പോസ്റ്റേഴ്സ്? വഞ്ചകർ എന്നാണ് അതിൻ്റെ മലയാളം മീനിങ്. അപ്പോൾ ഇത് രണ്ടുപേരും വളരെ നമ്മളെ എളുപ്പം ഫൂൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. സക്സസ് എന്ന് പറയുമ്പോഴേക്കും വിൽ ബി എക്സ്ട്രീംലി ഹാപ്പി, അതേപോലെ തന്നെ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഡൗൺ ആയി പോകും. അപ്പം ഇത്തരത്തിലുള്ള ഇമ്പോസ്റ്റേഴ്സിന് സക്സസ് വന്നാലും ഫെയിലിയർ വന്നാലും ട്രീറ്റ് ബോത്ത് ഓഫ് ദം ഈക്വലി, രണ്ടിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക. ആൻഡ് ഇഫ് യു ക്യാൻ ബിയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ, നിങ്ങളെപ്പറ്റി ആരും സത്യം പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സത്യങ്ങൾ നിങ്ങൾക്കെതിരെ വന്നാലും അത് സഹിക്കാനുള്ള കഴിവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. And then twisted by knaves to make a trap for fools. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ആൾക്കാർ വളച്ചൊടിക്കാം, നിങ്ങളെ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ചിലപ്പം അത് വളച്ചൊടിക്കാം. ഡോണ്ട് ജസ്റ്റ് ഗോ ഫോർ സച്ച് തിങ്സ്. അങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാലും ഡോണ്ട് ജസ്റ്റ് ഗെറ്റ് ട്രാപ്ഡ് ബൈ ദോസ് തിങ്സ്. ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ. അപ്പം നിങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്ത സാധനങ്ങൾ ചിലപ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു പോകുമായിരിക്കും. പക്ഷെ എന്നാലും എന്ത് ചെയ്യരുത്? ഡോണ്ട് ജസ്റ്റ് ഗിവ് അപ്പ്. വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് സ്റ്റുഡ് അപ്പ് ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് വോൺ ഔട്ട് ടൂൾസ്. നിങ്ങളുടെ കയ്യിലുള്ള ടൂൾസ് അല്ലെങ്കിൽ നിങ്ങളുടെ വെപ്പൻസ് ഒക്കെ വോൺ ഔട്ട് ആയിപ്പോയി, ചീത്തയായിപ്പോയി, എന്നാലും ജസ്റ്റ് ട്രൈ ഹാർഡ് ഫോർ ദ സെയിം തിങ്. നിങ്ങൾ വീണ്ടും വീണ്ടും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് സ്റ്റാൻസ, സെക്കൻഡ് ലാസ്റ്റ് സ്റ്റാൻസ, ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ്. നിങ്ങളുടെ ഈ പറഞ്ഞ വിന്നിങ്സിന് നിങ്ങൾ ഒരു സ്ഥലത്തങ്ങ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാടുണ്ട്, പറയത്തക്കതായിട്ട് ഇഷ്ടം പോലെ വിന്നിങ്സ് ഉണ്ട്. ആൻഡ് ടേക്ക് റിസ്ക് ഓൺ ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരുപാട് നിങ്ങളുടെ കുറേയുള്ള വിജയങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പം ആ വിജയങ്ങളെ മാറ്റി വെച്ചിട്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ആ വിജയങ്ങൾ മുഴുവൻ എനിക്കിങ്ങ് തരികയാണെങ്കിൽ ഇഫ് യു ആർ റെഡി ടു ടേക്ക് വൺ റിസ്ക്, ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ, പിച്ച് ആൻഡ് ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗെയിം. ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ. ആ ഒരു സംഭവത്തിൽ നിങ്ങൾ റിസ്ക് ചെയ്ത്, നിങ്ങളുടെ അത്രയും വലിയൊരു സംഭവം നിങ്ങൾ റിസ്ക് ചെയ്ത് നിങ്ങൾ വെച്ചിട്ടുള്ള ആ ഒരു ഗെയിമിൽ നിങ്ങൾ തോറ്റു പോവുകയാണ്. ഓക്കെ, വാട്ട് ഇഫ് യു ആർ ഫെയിലിംഗ് ഇൻ ദാറ്റ്? വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വീണ്ടും ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും മടി കാണിക്കരുത്. ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. ഒരിക്കലും നമ്മൾ എപ്പോഴും കാണാറുള്ള ടെൻഡൻസിയാണ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയി, വിൽ ബി കീപ്പിംഗ് ഓൺ സേയിങ് അബൌട്ട് ദ സെയിം തിങ്. അതെൻ്റെ കയ്യിൽ നിന്ന് പോയി, അത് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഇൻസൈഡ് എ ഹാർട്ട്. അത് ഉണ്ടാവും, അതിനെ ഇവിടെ മാറ്റി വെച്ചിട്ട് ഡോണ്ട് ജസ്റ്റ് സേ എ വേർഡ് അബൌട്ട് ദി ലോസ്. വീണ്ടും പുതിയതിന് വേണ്ടിയിട്ട്, പുതിയതായിട്ട് നടക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് എ ഫ്രഷ്, പുതിയതായിട്ട് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ആൻഡ് ദെൻ to serve your turn long after they are gone. If you can force your heart and nerve and sinew, അപ്പം നിങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ എന്തിനു വേണ്ടിയിട്ട് റെഡി ആയിട്ട് വെക്കുക? ഈ പറഞ്ഞ ലോസിനെയും അതുപോലെ തന്നെ വിന്നിങ്സിനെയും നേരിടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വെക്കുക. ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ. അത് പോയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ ഒരു ഫെയിലിയർ ആവട്ടെ, വിന്നിങ്സ് ആവട്ടെ, അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ലെറ്റ് ദാറ്റ് നോട്ട് അഫക്റ്റ് all of you. നിങ്ങളുടെ മുഴുവനായിട്ട് അതിനെ ഫുള്ളായിട്ട് എഫക്ട് ചെയ്യാൻ അനുവദിക്കരുത്. ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഇസ് നത്തിങ് ഇൻ യു. നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ല, യു ആർ വെരി എംപ്റ്റി, നിങ്ങളുടെ കയ്യിൽ ഒരു സാധനവും എടുക്കാനില്ല. അങ്ങനെയാണെങ്കിൽ പോലും ജസ്റ്റ് ക്ലച്ച് വിത്ത് വൺ വേർഡ്, ഹോൾഡ് ഓൺ. എക്സെപ്റ്റ് ദ വിൽ വിച്ച് സേസ് ടു ദം. അപ്പം നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്നുണ്ടാവും, നിങ്ങളുടെ മനസാക്ഷി പറയുന്നുണ്ടാവും, ജസ്റ്റ് ഹോൾഡ് ഓൺ, യുവർ ടേൺ വിൽ കം. നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ, നിങ്ങൾക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കം. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കുക. ആൻഡ് ഇഫ് യു ക്യാൻ വാക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യു. നിങ്ങൾ സാധാരണ ആരുടെ കൂടെ നടക്കുകയാണ്, അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വെർച്യു, നിങ്ങളുടെ ഉള്ളിലുള്ള നന്മയെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു വിൻ. ആൻഡ് ഓർ വാക്ക് വിത്ത് കിങ്സ് നോർ ലൂസ് എ കോമൺ ടച്ച്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പൈസ അല്ലെങ്കിൽ ഫേമസിറ്റി, പോപ്പുലാരിറ്റി ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരാം. അന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ സാധാരണക്കാരെ നിങ്ങൾ മൈൻഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ, അവരുമായിട്ടുള്ള ടച്ച്, കണക്ഷൻ ഒരിക്കലും വിടാതിരിക്കുക. ഇഫ് നെയ്തർ ഫോഴ്സ് നോർ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞൊരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ശത്രുക്കൾക്കോ നിങ്ങളെ ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, ആൻഡ് ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച്. അപ്പോൾ ഇവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക.
if you can fill the unforgiving minute, and then comes a very important part, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മിനിറ്റും each second should be utilized. ഓരോ മിനിറ്റും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക with 60 seconds. അപ്പോൾ അവിടെ കറക്റ്റ് സെക്കൻഡ്സ് പറയുന്നുണ്ട്. ഓരോ മിനിറ്റിലെ ഓരോ സെക്കൻഡ്സും ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. സോ മേക്ക് യൂസ് ഓഫ് യുവർ ടൈം. And worth of distance run, yours is the earth and everything that's in it. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ, മേളിൽ കുറേ കാര്യങ്ങൾ if ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ what happens? എന്ത് നിങ്ങൾക്ക് കിട്ടും? നിങ്ങൾക്ക് ഒരു ട്രോഫി തരും. Is it like that? ഒരു ട്രോഫി തരും എന്നാണോ, അല്ലെങ്കിൽ കുറെ കാശ് നിങ്ങൾക്ക് തരും എന്നാണോ? ഒരിക്കലും അല്ല. അതിലൊക്കെ ഉപരിയായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടും. yours is the earth. ഈ ലോകം, ഈ ഭൂമി അത് നിങ്ങളുടേതായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ലോകം, ഈ ഭൂമി നിങ്ങളുടേതായിരിക്കും. ആൻഡ് എവറിത്തിങ് ദാറ്റ്സ് ഇൻ ഇറ്റ്, ഇതിലുള്ള ഈ ഭൂമിയിലുള്ള സകലതും നിങ്ങൾക്കുള്ളതായിരിക്കും. ആൻഡ് വിച്ച് ഇസ് മോർ, യു വിൽ ബി എ മാൻ, മൈ സൺ. സോ ഇറ്റ് ഇസ് ലൈക്ക് എ ഫാദേഴ്സ് അഡ്വൈസ് ടു എ സൺ. ലാസ്റ്റ് പറയാണ്, ഇതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ യു വിൽ ബി എ പെർഫെക്റ്റ് മാൻ. നീ ഒരു യഥാർത്ഥ മനുഷ്യനാവും. സോ യു ജസ്റ്റ് ഡു ഓൾ ദീസ് തിങ്സ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഈ ലോകം, ഈ ഭൂമി നിങ്ങളുടേതായിരിക്കും. ഈ ഭൂമിയിലുള്ള സകലതും നിങ്ങളുടേതായിരിക്കും. ഓക്കെ, എത്ര മനോഹരമായിട്ടാണല്ലോ ഈ പറഞ്ഞ സെൻറ്റൻസസ് റുഡിയാർഡ് കിപ്ലിംഗ് ഈ ഒരു പോയം പറഞ്ഞു വെക്കുന്നത്. വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ്. ഓൾറൈറ്റ്, സോ ദിസ് പോയം ഇസ് മൈ പേഴ്സണൽ ഫേവറേറ്റ്. വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോയമാണ്. വളരെ കുറച്ച് ലൈൻസിലൂടെ നമ്മളുടെ അടുത്ത് ഒരുപാട് തീംസ് എത്തിക്കുന്ന ഒരു പോയമാണ് അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇനി എന്താ ചെയ്യാനുള്ളത്? ഇവിടെ നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോയം ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതിൻ്റെ എപ്രിസിയേഷൻ ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ എപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരിക അതിനകത്ത് പോയറ്റിക് ഡിവൈസസ് തന്നെയാണ്. അപ്പോൾ അപ്രീസിയേഷൻ എഴുതുമ്പോഴേക്കും വെൻ യു ആർ ഡീലിംഗ് വിത്ത് ദി വെരി ഫസ്റ്റ് paragraph of appreciation, just go for the description. First paragraph la title should be there, poet should be there, and theme, a very small gist about the theme. This poem deals with such and such topic. Okay, അപ്പോൾ അതാണ് അതിൽ. ആൻഡ് യു ക്യാൻ ഓൾസോ മെൻഷൻ, ഈ പോയത്തിൻ്റെ കാര്യത്തിൽ യു ക്യാൻ മെൻഷൻ ലൈക്ക് ദിസ് ഇസ് എ ഡൈഡാക്ടിക് പോയം ആൻഡ് ഇറ്റ് ഇസ് ലൈക്ക് ഇൻ ദ ഫോം ഓഫ് എൻ അഡ്വൈസ് ഫ്രം എ ഫാദർ ടു ഹിസ് സൺ. മോന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്നുള്ള രീതിക്കാണ് ഇത് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് കം, ഇനി നമുക്ക് ഇതിൽ കൊടുക്കാവുന്നത് അടുത്ത പാരഗ്രാഫിൽ യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ദി സമ്മറി. ആ ഒരു പോയം എന്താണ് പറഞ്ഞു വെക്കുന്നത്, സമ്മറി കൊടുക്കുക. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നെക്സ്റ്റ് വരുന്നത് പോയറ്റിക് ഡിവൈസസ് ആണ്. പോയറ്റിക് ഡിവൈസിൻ്റെ കൂട്ടത്തിൽ പ്ലസ് ക്രിട്ടിക്കൽ അനാലിസിസും നമ്മൾ കൊടുക്കണം. ആ ക്രിട്ടിക്കൽ അനാലിസിസിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ എന്ത് കൊടുക്കുക, പോയറ്റിക് ഡിവൈസസ് കൊടുത്തു പോവുക. ഓക്കെ, സോ അപ്പം അതൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് വിൽ ജസ്റ്റ് കൺക്ലൂഡ് ദ തിങ്സ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു കൺക്ലൂഷൻ നമ്മൾ കൊടുക്കും. ഓക്കെ, ദീസ് ആർ ദ തിങ്സ് ദാറ്റ് യു ഹാവ് ടു ഇൻക്ലൂഡ് ഇൻ എ അപ്രിസിയേഷൻ. അപ്പോൾ ഇനി അപ്രിസിയേഷൻ അറിയണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി പോയറ്റിക് ഡിവൈസസ് അറിയണം. അപ്പോൾ ഇഫ് എന്ന് പറയുന്ന പോയം ഇറ്റ് ഇസ് ഫുൾ ഓഫ് പോയറ്റിക് ഡിവൈസസ്. ഒരുപാട് പോയറ്റിക് ഡിവൈസസ് വരുന്ന ഒരു പോയമാണ് ഇഫ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ തന്നെ നോക്കിയേ, ഇവിടെ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഓക്കെ, you're saying the same things repeated, right? The if you can, if you can, if you can. മൂന്ന് ലൈൻസിൽ അടുത്തടുത്ത് വരുന്ന മൂന്ന് ലൈൻസിൽ സെയിം ഫ്രേസസ് ബിഗിനിങ്ങിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ ദിസ് പെർട്ടിക്കുലർ ഡിവൈസ് ഇസ് കോൾഡ് ആസ് anaphora. All right, this particular device is called as anaphora. ഒരു സെന്റൻസിന്റെ അടുത്തടുത്ത് വരുന്ന ഫ്രീക്വന്റ് ആയിട്ടുള്ള സെന്റൻസസിന്റെ ബിഗിനിങ്സിൽ സെയിം ഫ്രേസസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നതിനെയാണ് we call it as anaphora. Okay, then comes the two imposters. But already ഞാൻ പറഞ്ഞ imposters-ന്റെ meaning is like വഞ്ചന അല്ലെങ്കിൽ വഞ്ചകർ. So here triumph and disaster they are called as വഞ്ചകർ. അപ്പോൾ അവിടെ നമുക്ക് ഇറ്റ് ഇസ് എ പ്യുവർ കമ്പാരിസൺ. ഒരു കമ്പാരിസൺ ആണ്. വഞ്ചകരായിട്ട് നമ്മുടെ ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും കമ്പയർ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി എ മെറ്റഫർ, ഒരു മെറ്റഫർ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് പെർസണിഫൈഡ്. വഞ്ചകരായിട്ട് ഈ പറഞ്ഞ ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും കമ്പയർ ചെയ്യുക, പെർസണിഫൈ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ സോ ഇറ്റ് ക്യാൻ ബി എ പെർസണിഫിക്കേഷൻ ആൻഡ്
metaphor as well. All right. So triumph and disaster നമ്മൾ കണ്ടു. ഇനി next comes, what is the next one? അടുത്ത നമുക്ക് വരാവുന്ന സംഭവം എന്താണ്? Coming to the next one, ഇവിടെ നോക്കിയേ, ലാസ്റ്റിലേക്ക് വരുമ്പോഴേക്കും unforgiving minute. Minute എന്ന് പറയുന്നത് it is not a life ഉള്ള ഒരു സാധനമല്ല, but it is described using this word unforgiving. So it can also be considered as an example for personification. Okay, അതും personificationന്റെ example ആയിട്ട് നമുക്ക് കണക്കാക്കാം. Okay, unforgiving minute. Then comes dreams master you. ഇവിടെ നമ്മളുടെ അടുത്ത് പറയുന്നുണ്ട് don't let dreams master you. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഡ്രീംസിനെ, നിങ്ങൾക്ക് ഡ്രീംസ് ഉണ്ടാവും, പക്ഷേ ഡ്രീംസിനെ ഒരിക്കലും നമ്മൾ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. റിസീവേഴ്സ് മെയിൽ ഐ ഡി ഇസ് ദർ, then senders mail id, receivers mail id, and then the subject matter. എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത്? സബ്ജക്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സെമിനാർ ഓൺ ഡിസാസ്റ്റർ പ്രിവെൻഷൻ. Then comes the greetings part. ഒഫീഷ്യൽ ലെറ്റേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും മെയിൽസ് ഒക്കെ വളരെ ഷോർട്ടായിട്ട് പ്രിസൈസ് ആയിട്ട് പേർപ്പസ് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എൻഡ് ചെയ്യുക. ദെൻ എൻഡിങ് വിത്ത് എ വെരി പൊളൈറ്റ് നോട്ട് ആൻഡ് താങ്കിങ് യു. ആരാണ് അയക്കുന്നത് എന്നുള്ള കാര്യം കൂടെ യു ക്യാൻ ജസ്റ്റ് മെൻഷൻ. സോ ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ ഫോർ യു. Now this is a format for you. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. I feel ashamed to face Mrs. Clifford. അപ്പം ഇതൊരു ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോമാറ്റ് ആണ്. അതാ ടു, ദെൻ ടു ഹൂം, ആർക്കാണ് അയക്കുന്നുള്ളത്, അതിൻ്റെ സബ്ജക്ട് ഫോം, then salutation, greeting part, then the content is there, and then thanking part is also there. All right. Then comes the guidelines for പാരഗ്രാഫ് റൈറ്റിംഗ്. ഓക്കെ, പാരഗ്രാഫ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സിമ്പിൾ സെൻറ്റൻസസ്, എപ്പോഴും സിമ്പിൾ സെൻറ്റൻസസ് മാത്രം റൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, എസ്പെഷ്യലി പാരഗ്രാഫ് റൈറ്റിങ്ങിൽ. ഓക്കെ, ആൻഡ് ദെൻ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് റൈറ്റിംഗ്, ദർ ഷുഡ് ബി എ സിംഗിൾ പാരഗ്രാഫ്. അപ്പം പാരഗ്രാഫ് റൈറ്റിംഗ് ഒക്കെയാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾ അവിടെ സിംഗിൾ പാരഗ്രാഫ്സ് മാത്രം ഉപയോഗിക്കുക. ഫോർ ഷോർട്ട് എസ്സേ ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ഡിഫറെൻറ്റ് പാരഗ്രാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ദ ഐഡിയ ഷുഡ് ബി ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ പാരഗ്രാഫ്. അപ്പോൾ ഓരോ ഐഡിയാസ് ഓരോരോ പാരഗ്രാഫ്സിലായിട്ട് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഇഫ് യു ആർ റൈറ്റിംഗ് ആൻ എസ്സേ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇനി നെക്സ്റ്റ് കംസ്, ഇവിടെ ഒരു റൈറ്റപ്പ് ആണ്, ഒരു ചെറിയ പാരഗ്രാഫ് റൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ടൈറ്റിൽ ഷുഡ് ഓൾസോ ബി ദർ. എന്നിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്ത് പോവാം. Then comes an interview. Okay, നമുക്ക് പലപ്പോഴും ചോദിച്ച് കേൾക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യു ആർ ദ ഇൻ്റർവ്യൂവർ. ഇപ്പം നിങ്ങൾക്ക് അബ്ദുൽ കലാമിനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. ഓക്കെ, ആ ഒരു സ്പീച്ചിന് ശേഷം യു ആർ ഇൻ്റർവ്യൂയിങ് ഡോക്ടർ അബ്ദുൽ കലാം, ആൻഡ് വാട്ട് ക്യാൻ ബി ദ പോസിബിൾ ക്വസ്റ്റ്യൻസ്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ആൻഡ് തിങ്സ് ദാറ്റ് ഷുഡ് ബി നോട്ടഡ്, റെലവെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ചോദിക്കേണ്ടത്. ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് യെസ് ഓർ നോ പെട്ടെന്ന് പറഞ്ഞങ്ങ് ഒഴിവാക്കാനല്ല, അവർക്ക് വാസ്റ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഷുഡ് ബി ആസ്ഡ്. ദെൻ അൺബയാസ്ഡ് ആൻഡ് ക്ലിയർ ആയിരിക്കണം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ. ക്വസ്റ്റ്യൻസ് വിത്ത് ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺസ്, അതായത് ഹൗ, വെൻ, വേർ എന്നുള്ള പറഞ്ഞ ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ദെൻ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് പൊതുവെ ഒഴിവാക്കുക. ഓക്കെ, സോ ഹിയർ ഇസ് ആൻ എക്സാമ്പിൾ. ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴേക്കും ഇഫ് യു ആർ ജസ്റ്റ് മേക്കിംഗ് എൻ ഇൻ്റർവ്യൂ വിത്ത് ഹിം, വാട്ട് ഓൾ ക്വസ്റ്റ്യൻസ് വിൽ ബി ദർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരെണ്ണം ഞാൻ വായിക്കാം. ഹൗ ആൻഡ് വെൻ ഡിഡ് യു കം ടു ദി സയൻസ് സ്ക്രീൻ? അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ ഈ സിനിമ സ്ക്രീനിലേക്ക് വന്നു തുടങ്ങിയത്? അപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ചോദിക്കാം. ആൻഡ് ഡിഡ് യു ഫീൽ എ ഡിഫിക്കൽട്ടി ഇൻ ആക്ടിങ് വിത്ത് എൻ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്, എ റോബോട്ട്? അപ്പം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ഒരു സംഭവത്തോട് നീതി പുലർത്തുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ആൻഡ് അനദർ ക്വസ്റ്റ്യൻ ദാറ്റ് ക്യാൻ കം ഫ്രം ദി യൂണിറ്റ് 1 is പ്രൊഫൈൽ റൈറ്റിംഗ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഹിൻസ് തന്നിട്ടുണ്ടാവും ഈ പറഞ്ഞ പോലെ, അത് യു ജസ്റ്റ് ഹാവ് ടു ക്ലബ് ഇറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയുമെങ്കിൽ യു ക്യാൻ ഓൾസോ മേക്ക് ദാറ്റ്. അതല്ലാണ്ട് ഈ പറഞ്ഞ പോയിന്റ്സ് വെച്ചിട്ട് യു ക്യാൻ ജസ്റ്റ് ക്ലബ് ഇറ്റ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ടൈറ്റിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ദെൻ പേഴ്സണെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ, അതായത് മരണം കൊണ്ടേ ആദ്യമേ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ജനിച്ചു, അദ്ദേഹത്തിൻ്റെ സ്കൂളിംഗ്, അദ്ദേഹത്തിൻ്റെ കരിയർ, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ, ആൻഡ് ദെൻ ഡെത്ത്, ആ ഒരു ഓർഡറിൽ ഇറ്റ് ഷുഡ് ഗോ. ആൻഡ് ദെൻ റെലവൻറ്റ് ഇൻഫർമേഷൻസും നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളും ഒരു ഹിൻറ്റും ഒരു സാമ്പിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ഒരു സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, then comes a newspaper article. Okay,
ഇപ്പം ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോഴേക്കും ഇപ്പം സ്റ്റീഫൻ ഹോക്കിങ്സിനെ പറ്റിയിട്ട് തന്നെയാണെന്ന് വിചാരിക്കുക. അദ്ദേഹം ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻവെൻഷൻ നടത്തി ആൻഡ് യു ആർ റൈറ്റിംഗ് എ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ഓൺ ദാറ്റ്. വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ദർ? അപ്പം അതിൻ്റെ മേജർ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു ഹെഡ്ലൈൻ ഉണ്ടായിരിക്കണം. ദെൻ പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ്, എവിടെ നിന്നാണ്, അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്ലസ് സ്റ്റാഫ് റിപ്പോർട്ടർ, അതിന് മേലെ നമ്മൾ സ്റ്റാഫ് റിപ്പോർട്ടറുടെ ആ ഒരു നെയിമും കൊടുക്കാറുണ്ട്. ഒരു ഓപ്പണിംഗ് പാരഗ്രാഫ് ഉണ്ടാവണം. ദെൻ കംസ് ദി അക്കൗണ്ട്, ആ ഒരു ഡീറ്റെയിലിംഗ് നടക്കുന്ന ഒരു പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. ദെൻ കംസ് ദി കൺക്ലൂഡിംഗ് പാരഗ്രാഫ്. ന്യൂസ് പേപ്പർ റൈറ്റിംഗ് ഒക്കെ നമ്മൾ വളരെ ഫെമിലിയർ ആണ്. ആൻഡ് വെനെവർ യു ആർ റൈറ്റിംഗ് ദി ടൈറ്റിൽ അത് ക്യാച്ചി ആയിരിക്കണം, ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വിൽ ജസ്റ്റ് ഇത് എന്തൊരു ടൈറ്റിലാണ്, അതിനകത്തൊന്നും ഇല്ല എന്നുള്ള രീതിക്ക് വിൽ ജസ്റ്റ് ഒമിറ്റ് ദാറ്റ്. അപ്പം അത്തരത്തിലുള്ള ടൈറ്റിൽസ്, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽസ് ഷുഡ് ബി ദർ ഫോർ സച്ച് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഹിയർ ഇസ് എൻ സാമ്പിൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത്. ഹെഡ്ലൈൻ ഉണ്ടായിരിക്കുക, ബൈ ലൈൻസ് നമുക്ക് കൊടുക്കാം. ഭീകരമായിട്ടുള്ള ന്യൂസസിനാണെങ്കിൽ ബൈ ലൈൻ ഷുഡ് ബി ദ കീ സെൻറ്റൻസസ്. അതിൽ 5 W's ഷുഡ് ബി ഇൻക്ലൂഡഡ്. ഹൂ, വാട്ട്, വെൻ, വേർ and why. ഈ പറഞ്ഞ questions should be answered in that thing. And important ആയിട്ടുള്ള facts കൊടുക്കാം and quotations can also be added. Okay? ഈ ബൈ ലൈൻ എന്ന് പറയുന്നത്, ബൈ ലൈനിൽ നമ്മൾ മേജർ ആയിട്ട് കൊടുക്കുക സ്റ്റാഫ് റിപ്പോർട്ടർ അല്ലെങ്കിൽ ആ റിപ്പോർട്ടേഴ്സിൻ്റെ നെയിം ആയിരിക്കും. നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണാറുള്ള കാര്യമാണ്. ഓക്കെ, സോ ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് വന്നിട്ടുള്ള ഒരു ടൈറ്റിൽ ഇസ് ദർ, പ്ലേസ്, ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് ആൻഡ് പ്ലസ് ഇവിടെ ഒരു സ്റ്റാഫ് റിപ്പോർട്ടർ എന്നുള്ള ഒരു ഇതും കൂടെ നമുക്ക് കൊടുക്കാം. സോ ഡിഫറെൻറ്റ് പാരഗ്രാഫ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു കൺക്ലൂഡിംഗ് പാരഗ്രാഫ്, ഇൻട്രോ പാരഗ്രാഫ് ആൻഡ് ദ ബോഡി. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ ക്ലിയർ. അതുപോലെ തന്നെ വേറൊരു ഫോമാറ്റാണ്. ദ ടൈറ്റിൽ ഉണ്ട്, സ്റ്റാഫ് റിപ്പോർട്ടർ ആൻഡ് ദെൻ പ്ലേസ് പ്ലസ് ഡേറ്റ് ഷുഡ് ഓൾസോ ബി ഗിവൻ ആൻഡ് ദെൻ ജസ്റ്റ് ഗോ ഫോർ ദ ഡിസ്ക്രിപ്ഷൻ. ഓൾ റൈറ്റ്, ഇനി നൗ ദിസ് ഇസ് ദ ലാസ്റ്റ് സെഷൻ ഫോർ യൂണിറ്റ് 1. ഇഫ് ക്ലോസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒന്നും ശ്രദ്ധിക്കാനില്ല. ആകെപ്പാടെ ഈ ഒരു 3 കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എവറിഥിങ് ഇസ് ഈസി. ആദ്യം തന്നെ ഇഫ് ക്ലോസിൽ 3 കണ്ടീഷൻസ് ആണുള്ളത്. ഇഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1, സബ്ജക്റ്റിൻ്റെ കൂടെ V1 ആണ് ഉള്ളതെങ്കിൽ വി ക്യാൻ ജസ്റ്റ് ഗോ ഫോർ വിൽ ഓർ ഷാൽ ഓർ മേ ഓർ ക്യാൻ പ്ലസ് V1 ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ഗോ എന്നാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ സബ്ജക്റ്റ് വന്നു, V1 ഫോമുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഫോമിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ യു ക്യാൻ ഏതർ ചൂസ് വില്ലോ, ഷാലോ, മേയോ അല്ലെങ്കിൽ ക്യാനോ. ഐ ക്യാൻ ഗെറ്റ്. അപ്പം അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ടത് വില്ലോ, മേയോ, ഷെയോ, കാനോ കഴിഞ്ഞിട്ട് വി ക്യാൻ ഓൺലി യൂസ് V1. ഓൾറൈറ്റ്, അപ്പോൾ സബ്ജക്ട് പ്ലസ് V1 ആണ് വരുന്നതെങ്കിൽ ഇപ്പുറത്തേക്കും വില്ലോ, ഷാലോ, മേയോ പ്ലസ് V1 ഫോം ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ V2 ആണെങ്കിലോ ഇഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് V2 ആണ് ഇപ്പുറത്തേക്ക് വരുന്നതെങ്കിലോ വില്ലോ, ഷാലോ എന്നതിന് പകരം would or should or might or could plus V1 for. Example is given here. If he studied well, അവൻ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ he would pass in the exam. അവൻ എക്സാം പാസ് ആവുമായിരുന്നു. ഓക്കെ, അവിടെ would ആണ് ഉപയോഗിച്ചിട്ടുള്ളത് and pass. First form is used. And then comes the next one. If plus subject plus had plus V3 ലാണ് നമ്മുടെ if clause തന്നിരിക്കുന്നതെങ്കിൽ ബാക്കി ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ would, should, might, could plus അതിൻ്റെ കൂടത്തിൽ V1 അല്ല യൂസ് ചെയ്യുക, പകരം have plus V3 ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. എക്സാമ്പിൾ ഇസ് ഓൾസോ ഹിയർ. ഇഫ് ഹി ഹാഡ് ഗോൺ, he had plus V3 is here. അങ്ങനെയാണെങ്കിൽ he could have participated, have plus V3. Okay, so that is given. If he had gone there, he could have participated in the competition. അപ്പോൾ ഒരു കാര്യം ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഈ പറഞ്ഞ ഒരു ഫോർമുല, these 3 formulas should be made thorough. ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഈസിലി മേക്ക് ഓൾ ദീസ് തിങ്സ്. അപ്പം ആ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് വെക്കുക. ആൻഡ് ദെൻ എപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ നേരിടാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതുമ്പം ഡോണ്ട് ജസ്റ്റ് ബി ലേസി ഫോർ റൈറ്റിംഗ്. നിങ്ങൾ എഴുതി മടുത്ത് ഇത് മതി, ഐ ഹാവ് ജസ്റ്റ് റിട്ടൺ ദി പോയിന്റ്സ് എന്ന് വിചാരിച്ച് എഴുത്ത് നിർത്തില്ല. എസ്പെഷ്യലി ഫോർ 8 മാർക്ക് ക്വസ്റ്റ്യൻസ്. അത് എസ്സേ ആണ് നിങ്ങൾ എഴുതാൻ ചോദിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന 8 മാർക്കിനുള്ള സാധനങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ ചിലപ്പം പലപ്പോഴും നിങ്ങൾക്ക് മാർക്ക് മിസ്സാവുന്നതിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വി ഹാവ് റിട്ടൺ ദി പോയിന്റ്സ് എന്ന് വിചാരിച്ച് യു വിൽ ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ് ദർ. പക്ഷേ കോവിഡൊക്കെ വന്നു എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അധികം ഈ പറഞ്ഞ പോലെ ഒരു വേർഡ് ലിമിറ്റോ അല്ലെങ്കിൽ ഇത്ര പേജ് എഴുതണം എന്നുള്ള ലിമിറ്റോ ഒന്നും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ദ ടീച്ചേഴ്സ് ആർ വാല്യൂയിങ് ദീസ് ആൻസേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദി ഓൾഡ് ക്രൈറ്റീരിയ. അതായത് നിങ്ങൾ ഇത്ര പേജ് എഴുതിയിട്ടുണ്ടോ, ഇത്ര സെൻറ്റൻസസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത്ര വേർഡ്സ് ഉണ്ടോ, ആ ഒരു ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ച് തന്നെയാണ് നിങ്ങൾക്ക് മാർക്സ് വീഴുന്നത്. സോ നിങ്ങളിപ്പോൾ സയൻസ് സ്റ്റുഡൻസോ അല്ലെങ്കിൽ നിങ്ങളെ അധികം പോയിന്റ്സ് എഴുതി ശീലിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങൾ എഴുതി തീർത്ത് നിങ്ങളുടെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് യു വിൽ ബി ജസ്റ്റ് കൺക്ലൂഡിങ് ഇറ്റ്.
അപ്പം വലിച്ചു വാരി എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഫോർ 8 മാർക്സ് കുറച്ചൊക്കെ വലിച്ചു വാരി എഴുതേണ്ടി വരും. Okay, so just keep that in your mind and then do your best in your exams. Okay, so just be mindful and study these things. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക and then just follow these samples. ടെക്സ്റ്റ് ഡെഫിനറ്റ്ലി വായിക്കുക. അത് കൂടാണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ പുറകിൽ I'll just show you one thing. ഓരോ യൂണിറ്റിന് ശേഷവും യു ക്യാൻ ജസ്റ്റ് see a very particular portion. ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ യു വിൽ സീ ഓരോ ഭാഗവും കഴിഞ്ഞിട്ട്. ഹിയർ ഇറ്റ് ഇസ് ലിംഗ്വിസ്റ്റിക് ഔട്ട്കംസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് നിങ്ങൾക്ക് കാണാം ഓരോ യൂണിറ്റിൻ്റെ അവസാനം. സോ ഹിയർ കംസ് ഇവിടെ നിന്നാണ് കൂടുതലായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ ടീച്ചേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഇല്ല ആപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. നോക്കിയേ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഇവിടെ വന്നിട്ടുണ്ട്, അപ്രിസിയേഷൻ ഉണ്ട്, പ്രൊഫൈൽ ഉണ്ട്, ന്യൂസ് പേപ്പർ ഉണ്ട്, ലെറ്റർ ഉണ്ട്, ഇമെയിൽ ഉണ്ട്. ഓക്കെ, ലെറ്റേഴ്സ് ഉണ്ട്, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വരിക. സോ വെനവർ യു സ്റ്റഡി യൂണിറ്റ്, ഈ പറഞ്ഞ ഭാഗം ലിംഗ്വിസ്റ്റിക് ഔട്ട്കംസ് എന്ന് പറയുന്ന ഭാഗം കൂടി കുറച്ചും കൂടെ ഒന്ന് കാര്യമായിട്ട് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എപ്പോഴാണെങ്കിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിങ്ങൾ പഠിച്ച കാര്യം ബെയറായിട്ട് എഴുതി വെക്കാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ചോദിക്കില്ല. അപ്പം ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങളിപ്പോൾ പഠിച്ച സ്പീച്ചിൻ്റെ രീതിക്ക് നിങ്ങളൊരു സ്പീച്ച് എഴുതുക അല്ലെങ്കിൽ അത് ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും പറയില്ല. പകരം ഇഫ് യു ആർ ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻ്റർവ്യൂ ഡോക്ടർ അബ്ദുൽ കലാം, അദ്ദേഹത്തോട് നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചോദിക്കുക. അപ്പോൾ അതിന് നിങ്ങൾ എന്തറിയണം, നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങൾ തറവായിരിക്കണം ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു കം അപ്പ് വിത്ത് ദി റിയൽ ഫോർമാറ്റ് ഓഫ് ദിസ് വൺ. ഇൻ്റർവ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്, എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. സോ ദീസ് ഓൾ ആർ ദി മേജർ തിങ്സ് ദാറ്റ് ഐ ഹാവ് ടു ഷെയർ വിത്ത് യു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ വിൽ ബി ഡീലിംഗ് വിത്ത് ദ നെക്സ്റ്റ് യൂണിറ്റ്. അങ്ങനെ ഓരോ യൂണിറ്റ്സും നമ്മൾ കവർ ചെയ്യും. സോ ജസ്റ്റ് ബി വിത്ത് അസ്. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻസിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ആൻഡ് നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സാംസിനെ പറ്റിയിട്ട് നിങ്ങളുടെ ക്ലാസ്സസിനെ പറ്റിയിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ വേണമെങ്കിൽ വി ആർ ഗിവിംഗ് ദാറ്റ് ലിങ്ക് ഇൻ അവർ ഡിസ്ക്രിപ്ഷൻ. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ മെറ്റീരിയൽസ്. ഓൾ റൈറ്റ്, ഇനി കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ലേണിംഗ് ആപ്പ് പ്ലീസ് ഡു ഡൗൺലോഡ്. അപ്പം സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഡു സ്റ്റഡി, ഡു പ്രിപ്പയർ വെൽ ഫോർ യുവർ കമ്മിങ് എക്സാംസ്. So stay happy, stay healthy, and do study, just work hard. So see you in the next video. Bye bye.